ഹലോ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയില് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം 94, 95, 96 ആയത്തുകളാണ്. വിശദീകരിച്ചില്ല, ഒന്നിങ്ങനെ മലയാളം പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് അവിടുന്ന് തുടങ്ങണം. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇൻ കാനത് ലകുമുദ് ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിൻ നാസ് ഫതമന്നൗൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് അയ്ദീഹിം വല്ലാഹു അലീമുൻ ബിസ്സാലിമീൻ വലതജിദന്നഹും അഹ്റസൻ നാസി അലാ ഹയാത്തിൻ വമിനൽ ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മറ വല്ലാഹു ബസീറുൻ ബിമാ യഅമലൂൻ. തൊട്ടമേലെ ആയത്തുകളില് 89 മുതൽ 93 വരെയുള്ള ആയത്തുകളില് അവര് ഞങ്ങൾ ഖുർആൻ പിൻപറ്റേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നേരത്തെ തന്നെ ഒരു ഗ്രന്ഥത്തിന്റെ ആളുകളാണ് എന്ന് പെരുമ പറഞ്ഞപ്പോ അതൊന്ന് പരിശോധിച്ചതാണ് ഖുർആൻ. നിങ്ങൾ ഏത് വേദത്തിന്റെ ആളുകളാന്നാ പറയുന്നത്? എന്നിട്ട് നിങ്ങളുടെ പ്രവർത്തികളൊന്നും ആ വേദത്തിന് നിരക്കുന്നതായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അതിന് മറുപടി കൊടുത്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്, ഖുൽ, നീ പറയണം, ഇൻ കാനത്തിലക്കും, നിങ്ങൾക്കുള്ളതാണെങ്കിൽ. നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഇസ്രായേലരോട് അഥവാ ജൂത മതവിഭാഗത്തിൽപ്പെട്ടവരോടാണ് സംസാരിക്കുന്നത്. എന്ത്? അദ്ദാറുൽ ആഖിറ, പരലോകമാകുന്ന വീട് നിങ്ങൾക്കുള്ളതാണെങ്കിൽ. പരലോകമാകുന്ന വീട് എന്ന് പറഞ്ഞാൽ പരലോകത്തിലെ സ്വർഗീയ സുഖം. ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ പക്കൽ നിങ്ങൾക്കുള്ളതാണ്. ഖാലിസത്തൻ, നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഖാലിസത്ത്, തനിച്ചുള്ളത്, മാത്രമുള്ളത് എന്ന് വെച്ചാൽ മിൻ ദൂനിന്നാസ്, മറ്റ് ആളുകളെ കൂടാതെ. യഹൂദികളല്ലാത്ത മറ്റ് ജനവിഭാഗങ്ങളെ ആർക്കും സ്വർഗീയ സുഖത്തിന് അർഹതയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയില്ല. അല്ലെങ്കിൽ ഇസ്രായേലിൽ മാത്രമേ സ്വർഗാവകാശികളാവുകയുള്ളൂ എന്നൊരു വാദമുണ്ട് അവർക്ക്. താഴെ ഈ സൂറത്ത് അവസാനിക്കും മുമ്പ് ആ വാക്കുകൾ ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ട് അല്ലാഹു, അത് മാത്രമായിട്ട്. അതേ വാദം ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഖുർആൻ ചോദിക്കുന്നത്, ഈ പരലോകത്തെ സ്വർഗീയ സുഖം ജൂതവിഭാഗത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഇസ്രായേലർക്ക് മാത്രമാണ് അവകാശപ്പെട്ടത് എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ ഫ തമന്നൗ, നിങ്ങൾ കൊതിക്കുക, അൽ മൗത, മരണത്തെ കൊതിക്കുക, മരിക്കാൻ തയ്യാറാവുക, മരിക്കാൻ സന്നദ്ധരാണെന്ന് അറിയിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇവിടെ മരിക്കാൻ കൊതിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആലു ഇമ്രാൻ 61-ാം ആയത്തിൽ പറഞ്ഞു തന്ന ഒരു മുബാഹല എന്നൊരു സംവിധാനമുണ്ട്. ആ മുബാഹലക്ക് വെല്ലുവിളിക്കുകയാണ് അവര്. മുബാഹല എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളും മറ്റേതെങ്കിലും ഒരു ആദർശമോ വിശ്വാസമോ കൊണ്ട് നടക്കുന്ന ആളുകളും തമ്മിൽ ഇസ്ലാമിന്റെ ആദർശങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്തതിന്റെ ശേഷം രണ്ടു കൂട്ടരുടെയും ന്യായങ്ങൾ, മറുപടികൾ അങ്ങനെ തുടർന്ന് കുറേ പോകും. അങ്ങനെ പോയാൽ പിന്നെ അതിൻ്റെ ഒരു അവസാനം എന്താന്ന് പറഞ്ഞാല് മുബാഹലക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. മുബാഹല എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാവരും ഒരിടത്ത് ഒരുമിച്ച് കൂടുക, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ. എതിർ വിഭാഗം ആരാണോ അവരും അതുപോലെ ഒരിടത്ത് ഒരുമിച്ച് കൂടുക. എന്നിട്ട് എല്ലാവരും
പ്രപഞ്ചനാഥനോട്, ഏകദൈവത്തോട് ഒരു പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്താ പരിഹാരം? ഇതിൽ ശരിയുടെ ഭാഗത്തുള്ള ആളുകളെ നീ സുരക്ഷിതമാക്കി നിർത്തണേ, കാണിച്ചു തരണമേ എന്ന്. ആരാണ് ഇതിൽ ശരിയുടെ മാർഗമെന്ന്, ആരുടെ ഭാഗത്താണ് ശരി, ഹക്ക് എന്ന് ബോധ്യപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ ഹക്കിന്റെ ആളുകൾ നിലനിൽക്കുകയും ബാത്തിലിന്റെ ആളുകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് ആ ആയത്തിന്റെ പൊരുൾ. പക്ഷെ സൂറത്തുൽ ആൽ ഇംറാനിലെ 61-ാമത്തെ ആയത്ത് പറഞ്ഞു തന്നു എന്നതല്ലാതെ അതിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, റുക്കനുകൾ എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിശദീകരണങ്ങളൊന്നും അതിലങ്ങനെ വ്യക്തമായി പറഞ്ഞു കണ്ടിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങള് പിന്നെ സുമ നബുത്തഹിൽ, പിന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നാണ് അവിടെ ഉപയോഗിച്ച വാക്ക്. ക്രിസ്ത്യാനികളുമായി ഒരു മുബാഹല നടത്തുമ്പോൾ അവരോട് ആരോടായിരിക്കും പ്രാർത്ഥിക്കുക? അവർ യേശുവിനോടായിരിക്കും പ്രാർത്ഥിക്കുക, അല്ലേ? ഏകദൈവത്തോട് പ്രാർത്ഥിക്കാം, പക്ഷെ പ്രാർത്ഥന പൊതുവെ യേശുവിനോടായിരിക്കും. ജൂതന്മാരോട് പ്രാർത്ഥിക്കുമ്പോഴും അവര് യഹോവ എന്നവരെ ദൈവത്തെ വിളിക്കാറുണ്ട്, അവരോടായിരിക്കാം. അല്ലെങ്കിൽ ദൈവമേ എന്നായിരിക്കാം, അല്ലെങ്കിൽ ഉസൈറിനോട് ആരോടെങ്കിലും ഒക്കെ ആയിരിക്കാം. അതിൽ മുസ്ലിങ്ങൾ മാത്രമാണ് കൃത്യമായ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് ഉണ്ടാവുക. ആ പ്രാർത്ഥന ആരോടായിരിക്കണം? മുത്തുനബിയോടോ, മരിച്ചുപോയ മഹാന്മാരോടോ, മശായിഖന്മാരോടോ, ആരോടായിരിക്കും? നിങ്ങൾക്കതിൽ സംശയമില്ല, ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നേ ഉള്ളൂ. അള്ളാഹുവിനോട് മാത്രമേ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അതല്ല, ഒരു പ്രദേശത്തെ മുസ്ലിങ്ങൾ ഒന്നായി മുബാഹലക്ക് ഒരുമിച്ച് കൂടിയിട്ട് അവരേതെങ്കിലും മൊയ്തി ശേഖനോടാണ് പ്രാർത്ഥിക്കുന്നത്, മറ്റവര് പിന്നെ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ആ മുബാഹല കൊണ്ട് എന്ത് കാര്യം ഉണ്ടാവുക? ആരാ തീരുമാനം എടുക്കുക? അപ്പോ അള്ളാഹുവിനോടാണ് പ്രാർത്ഥന, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത്. ഞാൻ പറഞ്ഞത് മുബാഹലയുടെ വിശദാംശങ്ങളെ പറ്റി കൂടുതലൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല എന്നതാണ്. അതിന്റെ അവസ്ഥ ഇതാണെന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു തവണ ഈ ഖാദിയാനികളുമായുള്ള മുബാഹന നടന്ന സമയത്ത് എന്നെ കൊണ്ടൊക്കെ ആവുന്ന മാതിരി ഞാൻ പരിശോധിക്കാൻ ശ്രമിച്ചിരുന്നു, ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇതിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയോ ഉണ്ടോ. പിന്നെ ഖത്തറിലൊക്കെ ഉള്ള സമയത്ത് ഈ ബുക്ക് എക്സിബിഷൻ നടക്കുന്ന സമയത്തൊക്കെ പോയി പരിശോധിച്ചിരുന്നു, ഈ വിഷയത്തെ പറ്റിയൊക്കെയുള്ള വല്ല സ്റ്റഡീസോ വല്ല ബുക്കുകളോ കാണാനുണ്ടോ. കിട്ടിയിട്ടില്ല. അതില്ല എന്ന് ഞാൻ അർത്ഥം മനസ്സിലാക്കേണ്ടതില്ല, എനിക്ക് ആ വിഷയത്തെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോ തമന്നൗൽ മൗത്ത എന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്. മരണത്തെ കൊതിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറാവുക എന്നല്ല, നിങ്ങളൊരു മുബാഹലക്ക് തയ്യാറാവുക. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, പറയുന്നത് സത്യമാണെങ്കിൽ, പരലോക സുഖം നിങ്ങൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ് എന്ന് നിങ്ങൾ പറയുന്നതിൽ കഴമ്പുണ്ടെങ്കിൽ, വസ്തുതയുണ്ടെങ്കിൽ നിങ്ങൾ മുബാഹലക്ക് തയ്യാറാവുക എന്ന ഒരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന് ഖുർആൻ മറുപടി, അതിന് ഖുർആൻ തുടർന്ന് പറയുന്നത് വലൻ യതമന്നൗഹു, അവരൊരിക്കലും അതിനെ കൊതിക്കുകയില്ല, മരണത്തെ കൊതിക്കുകയില്ല, അബദൻ, ഒരു കാലത്തും അവർ മുബാഹലക്ക് ഒരിക്കലും തയ്യാറാവില്ല. എന്ത് കാരണത്താൽ? ബിമാ ഖദ്ദമത്ത് ഐദീഹിം, അവരുടെ പ്രവർത്തനങ്ങൾ കാരണമായി. ഖദ്ദമ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. നേരത്തെ ചെയ്തു വെച്ചവ, അവരുടെ കൈകൾ നേരത്തെ ചെയ്തു വെച്ചവ, അഥവാ അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ കാരണമായി അവരൊരിക്കലും ഒരു മുബാഹലക്ക് തയ്യാറാവില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മുബാഹലക്ക് തയ്യാറാവുന്ന മനുഷ്യൻ അറിയാം, ഇതിൽ എന്റെ ഭാഗത്ത് തെറ്റാണുള്ളതെങ്കിൽ എന്റെ അവസാനം ഇതുകൊണ്ടാണ് ഉണ്ടാവുക. അതായത് ഞാൻ മരിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു പരലോക വിശ്വാസമുള്ള വ്യക്തിക്ക് മരണത്തെക്കുറിച്ച് ഒരുങ്ങണമെങ്കിൽ, ഉറപ്പായും തയ്യാറാവണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? അയാളുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവണം, പാപങ്ങളുടെ കൂട്ടം ഉണ്ടാവരുത്. നമ്മളോട് ചോദിക്കാതെ അള്ളാഹു നമ്മുടെ മരണം കൊണ്ടുപോകും, അത് അള്ളാഹുവിന്റെ തീരുമാനം. പക്ഷെ കണ്ടുകൊണ്ട് ഒരു മരണത്തിന്റെ മുന്നിലേക്ക് പോകണമെങ്കിൽ ആ മനുഷ്യൻ എന്ത് വേണം? അയാൾക്ക് അത്രക്ക് ഉറപ്പുണ്ടാവണം, ഞാൻ ഇതുവരെ ശരിയുടെ മാർഗത്തിലാണുള്ളത് എന്നും എന്റെ ജീവിതവും ശരിയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ബിമാ ഖദ്ദമത്ത് ഐദീഹിം, അവർ പ്രവർത്തിച്ച കാരണത്താൽ, അവരുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ കാരണത്താൽ അവരൊരിക്കലും ഒരു മരണത്തിന് തയ്യാറാവില്ല.
മരണത്തെ കൊതിക്കാൻ തയ്യാറാവില്ല, അഥവാ മുബാഹലക്ക് തയ്യാറാവില്ല. അതെങ്ങനെ ആർക്കാണ് അറിയാം? അള്ളാഹ്ക്കറിയാം. കാരണം അള്ളാഹു അലീമുൻ, അള്ളാഹു എല്ലാം അറിയുന്നവനാണ് ബില്ലാലിമീൻ. ക്രമം തെറ്റി ജീവിക്കുന്നവരെ കുറിച്ച് അള്ളാഹുവിന് നന്നായി അറിയാലോ. അതുകൊണ്ട് അവരുടെ പൂർവ്വകാല ജീവിതം മോശമായതുകൊണ്ട്, ഇപ്പോഴും അവരുടെ ജീവിതം മോശപ്പെട്ടതായതുകൊണ്ട് അവർ മുബാഹലക്ക് തയ്യാറാവില്ല. മാത്രമല്ല, ഒരു പടി കൂടി കടന്നു പറയുന്നു, വല തെജിതന്നഹും, നിനക്ക് അവരെ കാണാൻ പറ്റും, കാണാം യഹൂദികളെ, അഹ്റസന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറെ കൊതിക്കുന്നവരായി, അഹ്റസ് ഏറെ കൊതിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ. എന്തിന്? അല ഹയാത്തിൻ, ജീവിച്ചിരിക്കാൻ, ജീവിതത്തോട് ഏറെ ആശയുള്ള, ജീവിച്ചിരിക്കാൻ കൊതിയുള്ള, ഏറ്റവും അധികം കൊതിയുള്ള വിഭാഗമാണ് അവർ. എത്രത്തോളം? വമിനല്ലദീന അശ്റകൂ, ശിർക്ക് ചെയ്യുന്ന ആളുകളെക്കാളും, ആ മിന്നിന്റെ അർത്ഥം നമ്മൾ ഈ പറയുന്ന കാളും എന്ന അർത്ഥമാണ് കിട്ടുക, അവരെക്കാളും. ശിർക്ക് ചെയ്യുന്ന ആളുകൾ പൊതുവെ മരിക്കാൻ കൊതിക്കുന്നവരല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പുനർജന്മം എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റെന്തോ ഒരു സൃഷ്ടിയായുള്ള ജനനമാണ്, അല്ലെങ്കിൽ അവസാനം ശൂന്യതയാണ്, അതൊക്കെയാണല്ലോ ഉള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു ജീവിച്ചിരിക്കാനുള്ള കൊതി അടങ്ങാത്തതാണ്. അവരെക്കാളും കൊതിയുണ്ട് ജീവിച്ചിരിക്കാൻ ആർക്ക്? ജൂതന്മാരായ ആളുകൾ. പറയുമ്പോൾ അവര് വേദത്തിന്റെ ആളുകളാണ്, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നവരാണ്, ഒരു പരലോക ജീവിതം പ്രതീക്ഷിക്കുന്നവരുമാണ്. മാത്രമല്ല, പരലോക സുഖം അവർക്ക് മാത്രമുള്ളതാണെന്ന് വീമ്പ് പറയുന്നവരുമാണ്. പക്ഷെ അവരുടെ അവസ്ഥ ഇതാണ്. ശിർക്ക് ചെയ്യുന്നവരെക്കാളും, അതായത് മറ്റ് അവിശ്വാസികളെക്കാൾ ഏറെ ജീവിച്ചിരിക്കാൻ കൊതിയുള്ളവരാണ് അവർ. അത് പറഞ്ഞിട്ട് അള്ളാഹു ഒന്ന് വിശദീകരിച്ചു. എന്ന് വെച്ചാൽ യവദ്ദു, കൊതിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. വദൂദ് എന്നൊക്കെ പറഞ്ഞില്ല സൂറത്തുൽ ബുറൂജില്, അതിൽ നിന്നൊക്കെയുള്ള വാക്കാണ്. വദ്ദ, യവദ്ദു, ഇഷ്ടപ്പെടുന്നു, കൊതിക്കുന്നു. അഹദുഹും, അവരിൽ ഒരാൾ, ഒരു ജൂതനായ വ്യക്തി ആഗ്രഹിക്കുന്നത് ലൗ യു അമ്മറു, ആയുസ് നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്നാണ്. ഉംറ നൽകപ്പെട്ടു, യു അമ്മറു, ആയുസ് നീട്ടി നൽകപ്പെട്ടു. എത്ര? അൽഫസന, 1000 വർഷം ആയുസ് നീട്ടപ്പെട്ടിരുന്നെങ്കിൽ എന്നാണ് അവൻ കൊതിക്കുന്നത്. ഇപ്പോഴൊന്നും മരിക്കാതെ നീണ്ടു പോയിട്ട് 100 കൊല്ലമല്ല, 200 കൊല്ലമൊന്നുമല്ല, 1000 വയസ്സ് വരെ, 1000 വർഷം ജീവിച്ചിരിക്കണമെന്നാണ് അവർ കൊതിക്കുന്നത്. എന്നിട്ട് അള്ളാഹിന്റെ വിശദീകരണം, വമാഹുവ, അതല്ല ബിമുസഹ്സിഹി, അവനെ അകറ്റുന്നതല്ല. സഹ്സഹ, അകറ്റി നിർത്തുക, മിനൽ അദാബി, ശിക്ഷയിൽ നിന്ന് അകറ്റി നിർത്തുന്നതല്ല അത്. അതായത് അയ്യുഅമ്മറ, ഏറെ ആയുസ് നൽകപ്പെട്ടു എന്നതുകൊണ്ട് ഒരു വ്യക്തി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയില്ല. ഒരാൾ 100 കൊല്ലം ജീവിച്ചു എന്നതുകൊണ്ട് അയാൾ ചെയ്തത് 100 കൊല്ലം ജീവിച്ച പാവല്ലേ, അയാളെ തെറ്റൊക്കെ മാപ്പാക്കുക, സ്വർഗത്ത് പോകുക, അങ്ങനെ ഒരു തീരുമാനമില്ല. എത്ര കാലം ജീവിച്ചിരുന്നാലും നമ്മളും ആയുസ് കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ശരിയല്ലേ? ഓക്കെ, പറയാം. അപ്പോ മിനൽ അദാബി, ശിക്ഷയിൽ നിന്ന് ആയുസ് നീട്ടിക്കിട്ടുക എന്നതുകൊണ്ട് ശിക്ഷയിൽ നിന്ന് അകറ്റപ്പെടുകയില്ല. അള്ളാഹു ബസീറുൻ, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ബിമാ യഅമലൂന, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ എല്ലാം കാണുന്നവനാണ്. അപ്പൊ എന്താണ് ഈ ആയത്തിനെ നമ്മൾ കൈകളിൽ വെക്കേണ്ടത്? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആദർശം, അതായത് ഇസ്ലാമിന്റെ ആദർശം, അത് ആളുകളെ കൊണ്ട് അംഗീകരിപ്പിക്കാനും സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനും അംഗീകരിക്കപ്പെട്ട എന്തെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളെല്ലാം പ്രയോഗത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നതാണ്. അതിന്റെ ചിന്തയാണ് ഞാൻ ഈ പറഞ്ഞത്. വെറും ക്ലാസുകൾ എടുക്കുക, ആയത്ത് ഓതുക എന്നത് മാത്രമല്ല. അവകാശവാദങ്ങൾക്ക് ഖണ്ഡനങ്ങൾ കൊടുത്തു, വെല്ലുവിളികൾ നടത്തി, വാദപ്രതിവാദങ്ങൾ നടത്തി. സാധാരണ ആളുകളൊക്കെ ചിലപ്പം പറയാറുണ്ട്, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ഖുർആൻ ആയത്താണ്. നീ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യുക്തിസഹജമായും സതുപദേശങ്ങൾ കൊണ്ടും നീ ക്ഷണിക്കുക എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. എന്നിട്ട് ഈ ആളുകൾ എന്താ പറയാറെന്നറിയോ? വാദപ്രതിവാദം നടത്തലൊക്കെ മോശമാണ്, മുഖാമുഖങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളൊക്കെ മോശമാണ് എന്നെല്ലാം കൂടി പറയും. അതിന്റെ ബാക്കി എന്താ ആയത്തിന്റെ? വജാദിൽഹും, നീ
പിന്നെ യുക്തിസഹജമായും സതുപദേശങ്ങൾ കൊണ്ടും നീ നിന്റെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. കൂട്ടത്തിൽ വജാദിൽഹും, നീ അവരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്യണം. ബില്ലത്തി ഹിയ ഹസൻ, നല്ല വിധത്തിൽ അതിന് തയ്യാറാവുകയും വേണം. അപ്പോ വാഗ്വാദം നടത്തുക, വാദപ്രതിവാദം നടത്തുക, ഖണ്ഡനവും അതിന് മറുഖണ്ഡനവും ഒക്കെ നടത്തുക എന്നതൊക്കെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ അംഗീകരിക്കപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അതൊന്നും മോശപ്പെട്ടതോ വിമർശിക്കപ്പെടേണ്ടതോ അല്ല എന്നർത്ഥം. പക്ഷേ ആവശ്യമുള്ളതും അനാവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ വിഷയങ്ങൾക്കൊക്കെ തർക്കിക്കാനും അങ്ങനെ വാഗ്വാദത്തിനാവുകയും തയ്യാറാവുകയും ചെയ്യുക എന്ന് പറയുന്നതോ അതിലർത്ഥമല്ല. മാത്രല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ ഈ മീലാദുൻ നബിയുടെ ഈ വിഷയങ്ങള് ഒറ്റപ്പെടുത്തുന്നു, കുടുംബത്തിലും കൂട്ടുകാരിയും ഒറ്റപ്പെടുത്തുന്നു. ഓക്കെ, ഞാൻ പറയാം. അപ്പോ നമ്മൾ ഈ മീലാദുൻ നബിയുടെ ഈ പ്രശ്നം, പിന്നെ നബിദിനത്തിന്റെ ആഘോഷങ്ങൾ നടന്ന സമയത്ത് കണ്ട ഒരു പോസ്റ്റ് എന്താണെന്നറിയോ നിങ്ങള്? നബിദിനം നടത്താൻ പാടില്ല എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ടെങ്കിൽ 1 കോടി ഇനാം തരാം, 1 കോടി രൂപ ഇനാം തരാം. മനസ്സിലായെങ്കിൽ ഒരാവശ്യമില്ലാത്ത ഒരു തർക്കം, ഒരു ചർച്ച ഉണ്ടാക്കിയൊക്കെയാണ്. അങ്ങനെ ഒരു ആയത്തുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ബാപ്പാനെ തല്ലരുത് എന്നൊരായത്തുണ്ട് ഖുർആനിൽ. അത് കുരുത്തക്കേട് പറയാന്ന് വിചാരിക്കരുത്. ബാപ്പാനെ തല്ലരുത് എന്നൊരായത്തൊന്നുമില്ല. ബാപ്പാനിമാനും തല്ലരുത് എന്ന് പറയുന്ന ഒരു ആയത്തുമില്ല. ലാത്തതിരിവ് ആബാക്കും ലാത്തതിരിവ് മഹാത്തിക്കും എന്നൊരു ആയത്തില്ല. ഒരാൾ വെല്ലുവിളിച്ചതൊക്കെ ബാപ്പാനെ തല്ലരുത്, ഒരു ബാപ്പാനെ തല്ലരുത്, ഉമ്മാനെ തല്ലരുത് വിചാരിക്കാം. എന്നിട്ട് അവൻ പറയാം ഉപ്പാനെ തല്ലരുത് ഉമ്മാനെ തല്ലരുത് എന്ന് പറയുന്ന ഒരായത്തുണ്ടെങ്കിൽ വെല്ലുവിളിക്കൂ, ഞാൻ 1 കോടി ഇനാം തരാം, സകലമാന മുസ്ലിം സംഘടനകളോടും മതപണ്ഡിതന്മാരോടും ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓനെ വേറെ പെരുമാറുക ചെയ്യേണ്ടത്. കാരണം എന്താ? അങ്ങനെ നേർക്ക് നേരെയുള്ള വാക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന വാക്കുകൾ അതേപടി ഖുർആൻ പറയാറില്ല. ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, മാതാപിതാക്കളോട് വെറുപ്പുളവാക്കുന്ന ഉഫിൻ, ഛെ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല. ഛെ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല എന്നിരിക്കെ അവർക്ക് നേരെ ഉച്ചത്തിൽ സംസാരിക്കുകയോ കയർക്കുകയോ അവര് ദേഹോപദ്രവം ചെയ്യുകയോ എന്നൊക്കെ പറയുന്നത് വലിയ കുറ്റകരമാണെന്ന് അതിൽ നിന്ന് മനസ്സിലാവും. അല്ലാതെ അതിനു വേണ്ടി ഒരായത്തോ ഹദീസോ വേറെ ഉണ്ടാവേണ്ടയില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു നിൽക്കുക ഇതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ 2-ാം കൊല്ലം പിന്നെ റബീഉൽ മാസത്തിൽ, ഏതെങ്കിലും മുഹറം മാസത്തിലെ 3-ാം വെള്ളിയാഴ്ച ജുമക്ക് പോയി എന്നുള്ളതിന് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കി 1 കോടി ഉറുപ്പിക തരാം. ഏതോ ഒരു കൊല്ലം ഏതോ ഒരു വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജുമക്ക് പങ്കെടുത്തിട്ടുണ്ട് എന്നതിന് തെളിവ് കൊണ്ടാ ഞാൻ 1 കോടി ഉറുപ്പിക തരാം എന്ന് പറയാം. അങ്ങനെ തെളിവുണ്ടാവില്ലല്ലോ. എന്താ കാര്യം? ജുമ നിർബന്ധമാണെന്ന് പഠിപ്പിക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാലിക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ഉണ്ടായിരിക്കെ ഒരു ജുമ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധക്ഷയമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജുമയിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. അതിന് വേറൊരു തെളിവ് കിട്ടില്ല. ഞാൻ എന്തിനാ ഈ ക്ലാസ്സിൽ ഇത് പറയുന്നതെന്ന് അറിയും? വളരെ ചെറിയ വിഷയമാണ്. പക്ഷെ ഇത് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചില ആളുകൾ വളരെ പാവങ്ങളാണ്. പാവം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ പാവമല്ല, ഈ ആളുകൾക്ക് ട്രാപ്പിൽ കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കുറേ ആളുകൾ. അപ്പോ ഞാനിപ്പോ ഒരു ക്ലാസ് എടുത്തു, നിങ്ങളുടെ നാട്ടിലെങ്ങാനും വേണ്ടി ഒരു വയത് പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പൊ നാട്ടിൽ വന്നപ്പോ പിന്നാലെ വന്ന് അവിടെ പ്രസംഗം ചെയ്ത ഒരു മുസ്ലിയാർ ചോദിച്ചു നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ ഏതെങ്കിലും ജുമയിലോ ജമാഅത്തിലോ പങ്കെടുത്തു എന്നതിന് ഹദീസിലൊരു തെളിവുണ്ടോ മൗലവി? ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇത്ര ഇനാം തരാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാൽ ഞാനത് അവഗണിക്കും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തെളിവുണ്ടാവില്ല. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പൊതുവിധികളിൽ അത് പാലിക്കുന്നവരാണ് അവരൊക്കെ. പല സന്ദർഭങ്ങളിലും അവർ പള്ളികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനും തെളിവുകളുണ്ട്. നേരെ മറിച്ച് ഒരു പ്രത്യേക മാസത്തിലെ ഒരു പ്രത്യേക വെള്ളിയാഴ്ച അവർ പങ്കെടുത്തു എന്ന് രേഖ ഉണ്ടാവില്ല. അപ്പൊ നമ്മളിത് അവഗണിച്ചാൽ നമ്മുടെ സാധാരണ ഈ പാവപ്പെട്ട പ്രവർത്തകർ എന്താ പറയാറ്? അറിവില്ലെങ്കിൽ ഇത് പറഞ്ഞാൽ പോരെ, അവരെന്നിട്ട് ഞങ്ങളെ നാട്ടിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, ഞങ്ങൾക്ക് വിവരമല്ല എന്നൊക്കെയാണ് പറയുന്നതെല്ലാം കൂടി പറഞ്ഞിട്ട്. ഇതാണ് പലപ്പോഴും എവിടേക്ക് എത്തിക്കുന്നതെന്ന് പറയുന്നത്, നിങ്ങൾ വാദപ്രതിവാദ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. നമ്മളെ ക്ലാസ് അതൊന്നുമല്ല, എനിക്കറിയാം. ഇവിടെ നമ്മുടെ സെൽഫി വീക്ഷണത്തിൽ നിൽക്കുന്നവർക്ക്
കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു മതപണ്ഡിത സംഘടന, പണ്ഡിതന്മാരെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന. മറ്റവർക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സംഘടനയുണ്ട്. കേരള ജമിയത്തുൽ ഉലമയുടെ ആസ്ഥാനം പുളിക്കല, എന്റെ നാട്ടിലാ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആസ്ഥാനം ചേളാരിയാണ്, രാമനാട്ടുകരന്ന് പിന്നെ നാഷണൽ ഹൈവേയിൽ പോകുന്ന വഴിയിൽ. ഇവർ തമ്മിലാണ് വാദപ്രതിവാദം നടത്തുന്നത്. എന്നിട്ട് ഇവർ തമ്മിൽ ഒടുവിൽ ഒരു മുബാഹലക്ക് തയ്യാറാവണം. ആ വിഷയങ്ങൾ അവിടെ അവസാനിക്കണം. അതാണ് നടക്കേണ്ടത്. മറ്റതെന്താന്ന് പറയുന്നത്, ഞാനിപ്പോ സാധാരണ പ്രസംഗിക്കാൻ പോകുന്നിടത്ത് എനിക്ക് കിട്ടുന്ന മീൻസ് ഒരു മതപണ്ഡിതന് കിട്ടുന്ന വാടക മീൻസ് അയാളുടെ പ്രതിഫലം ഒരു നിശ്ചിത തുകയാണെങ്കിൽ ഞാനൊരു നമ്മുടെ മതപണ്ഡിതന്മാരെ പറ്റിയല്ല ഞാൻ പറയുന്നത് കേട്ടോ, മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. കിട്ടിയ അറിവുകളാണ് ഈ പറയുന്നത്. അവർക്ക് ലഭിക്കുന്ന പിന്നെ ഈ ഒരു നിശ്ചിത തുകയിൽ ഒരു വാദപ്രതിവാദത്തിലോ ഖണ്ഡന പ്രസംഗത്തിലോ പങ്കെടുത്തു കഴിഞ്ഞാൽ അവരുടെ മൈലേജ് കൂടുകയാണ്. എന്നിട്ട് അവരുടെ റേറ്റും അതുപോലെ കൂടുകയാണ്. അതിനാണ് ഇവരൊക്കെ സാധാരണ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ഈ വാദപ്രതിവാദങ്ങൾ പറയുന്നത് മനസ്സിലാക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതിന്റെ ചിന്തയാണ് ഈ പറയുന്നത്. ഒരു ചിന്ത എന്താണ്? ഈ ഇസ്ലാമിക് ഖുർആൻ പറയുന്ന ആശയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന വഹയിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന കാര്യങ്ങളും ശരിയാണ്, സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണമോ സാധാരണഗതിയിൽ ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പാട്ടുപാടാനും സിനിമ നടത്താനും ഏകാംഗം നടത്താനൊന്നും പോയിട്ടില്ല. അതൊക്കെ ഇപ്പൊ അതിൽ അംഗീകരിക്കപ്പെട്ട മാർഗങ്ങളുമല്ല. നേരെ മറിച്ച് കാര്യങ്ങൾ നേർക്ക് നേരെ പറയണം, പറഞ്ഞു കൊടുക്കണം. ചിന്തിക്കാത്ത ആളുകൾക്ക് ചിന്ത ഉണ്ടാക്കാൻ പറ്റും വിധത്തിലുള്ള വർത്തമാനങ്ങൾ പറയണം. അതാണ് ആദ്യത്തെ ആവശ്യം. നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ പിന്നെ എന്താണോ പറഞ്ഞു വരുന്നത് അതനുസരിച്ച് എങ്ങനെ പോകുമ്പോൾ നമ്മളിലും ഉണ്ടാവും അങ്ങനെയൊക്കെ. ഖുർആൻ തൊടാന് ഒളു വേണം എന്ന ചിന്ത ഈ ക്ലാസ് കേൾക്കുന്നവരിൽ വരെ ഉണ്ടാവാലോ, ചിലരില്ലെങ്കിലും. അപ്പോഴേക്ക് നിങ്ങൾ എല്ലാവരും കൂടി ഇതിന്റെ നേരെ സിദ്ധത്തെടുക്കണ്ട. വൃത്തികെട്ട കൈകൾ കൊണ്ടും ശുദ്ധിയില്ലാത്ത കൈകൾ കൊണ്ടും ശുദ്ധിയില്ലാത്ത ശുദ്ധിയില്ലാത്ത സാഹചര്യങ്ങളിലും ഖുർആൻ അവഹേളിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ വിശുദ്ധ ഖുർആൻ തൊടണമെങ്കിലോ പാരായണം ചെയ്യണമെങ്കിലോ ഒളു സുന്നത്താണ്, ഒളു വേണ്ടതാണ് എന്നൊരു വാചകമില്ല, ഖുർആനിലും ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞില്ല. പിന്നെ എന്തിനാ നമ്മൾ അതിനെങ്ങനെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു നടത്തുന്നു? ഇനി മാത്രമല്ല, പലപ്പോഴും ഖുർആന്റെ വക്കത്തൊക്കെ എഴുതി കാണും ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ എന്നൊക്കെ പറയുന്ന ഒരു ആയത്ത്. അതൊരു വല്ലാത്തൊരു ദുർവ്യാഖ്യാനാണ്. ആ വിശുദ്ധ ഖുർആനെ തൊടുകയില്ല എന്ന് പറയുന്ന ഹു, അതിനെ എന്ന പ്രോനൗൺ അവിടെ ഉദ്ദേശിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദിലുള്ള ഖുർആനെ പറ്റിയാ. ആ ആയത്തിന്റെ ആശയം ഒളു എടുക്കാതെ ഖുർആൻ തൊടാൻ പാടില്ല എന്നല്ല. ഈ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അർശിന്റെ സമീപത്തുള്ള ലൗഹുൽ മഹ്ഫൂദിലാണ്. അതിനെ തൊടാൻ കഴിയില്ല, ആ സ്ഥലം ഒന്ന് സ്പർശിക്കാൻ കഴിയില്ല മലക്കുകൾക്കല്ലാതെ എന്നാ. അവിടെ മുത്തഹറൂൻ എന്ന വാക്കിന്റെ അർത്ഥം ഒളു എടുത്തവർ എന്നല്ല, ആ വാക്കിന്റെ അർത്ഥം മലക്കുകൾ എന്നാ. അതെന്തിനാണെന്ന് പറഞ്ഞത്, ഈ വിശുദ്ധ ഖുർആനിൽ ഒരു കൈകടത്തലും നടത്തപ്പെടുന്നില്ല, ലൗഹുൽ മഹ്ഫൂദിലാണ് എഴുതപ്പെട്ടത്. ആ എഴുതപ്പെട്ട സ്ഥലത്തേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും മലക്കുകൾക്കല്ലാത്തവർക്ക് കഴിയില്ല. പിന്നെ ആരെ ഏറ്റാനും കുറക്കാനുമാണ് അതിൽ നിന്ന് വിശ്വസ്തനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന എന്ന മലക്കാണ് അത് ഏറ്റുവാങ്ങുന്നത്. അള്ളാന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിൽ എവിടെയാണ് ഇതിൽ കൈകടത്തലുകൾ ഉണ്ടാവുക, ഇത് പറയാനാണ് ആ പറഞ്ഞത്. അപ്പോ ആളുകൾക്ക് ഈ തരം വിഷയം ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ ചെയ്തത് അങ്ങനെ സാധാരണ ജീവിതവും കള്ളുകൂടിയും കച്ചവടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടിയ ഒരു നാട്ടില് അവരാരും ചിന്തിക്കാത്ത ഭാഗത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്നതാണ്. ചിന്തകൾ ഉണർത്തിവിട്ടു എന്നതാണ്. ഇത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതാണ് ആ വിഷയത്തെ പറ്റി പറഞ്ഞത്. അതാണ് അതിന് വേണ്ടത്. അപ്പൊ ആ കൂട്ടത്തിൽ ഈ അംഗീകരിക്കപ്പെട്ട മാർഗങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്തു. വാഗ്വാദങ്ങൾ നടത്തി, വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു, അവർ ഒളിപ്പിച്ചു വെച്ച വേദങ്ങളിലെ സത്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർക്കറിയാത്ത അവരുടെ പണ്ഡിതന്മാർക്ക് മാത്രമൊക്കെ രഹസ്യമായി അറിയാവുന്ന പൂർവ്വകാല കഥകൾ പറഞ്ഞു കൊടുത്തു. പിന്നെ ആളുകൾക്ക് ഇദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ട ഒരു വിശുദ്ധ ഖുർആൻ നൽകി ആളുകളെ വെല്ലുവിളിച്ചു, ഇങ്ങനത്തെ ഒരു ഖുർആൻ കൊണ്ടുവരൂ എന്നെല്ലാം കൂടി പറഞ്ഞു.
ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അംഗീകരിക്കുന്നതും ദീനിനെ നമ്മൾ അംഗീകരിക്കുന്നതും ഒരു വൈകാരികമായ പ്രേരണയാലല്ല. നമ്മൾ അങ്ങനെ ആയിപ്പോയില്ല, മുസ്ലിങ്ങളായിപ്പോയില്ല, ഇനിയിപ്പോ അതെല്ലാം നിവൃത്തിയുള്ളൂ എന്ന അർത്ഥത്തിനല്ല. നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ചോദ്യത്തോടു കൂടി, ഒരു വിമർശനത്തോടു കൂടി തന്നെ നോക്കാൻ മെനക്കെട്ടാൽ നമ്മൾ കാണുന്നത്, ആ കാലഘട്ടത്തിൽ ഒരു ഏത് കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ വന്നാലും അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവൻ ചെയ്തു വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത്. അതിന്റെ തെളിവുകളാണ് ഈ കാണുന്നതൊക്കെ. ഒടുവിൽ ജൂതന്മാരോട് എന്തിനൊരുങ്ങി? മുബാഹലക്കൊരുങ്ങി. ഇതേ സമ്പ്രദായം ക്രിസ്ത്യാനികളോടും കാണിച്ചു, നിങ്ങൾ മുബാഹലക്ക് തയ്യാറാവുക. ബാക്കിയുള്ള ജനവിഭാഗങ്ങൾ ഉണ്ടല്ലോ, മറ്റു മതസ്ഥരായ ആളുകൾ, അവരോട് മുബാഹലക്ക് തയ്യാറാവാൻ വെല്ലുവിളിക്കേണ്ടത് നമ്മളാണ്. പിന്നീട് വന്ന മുസ്ലിങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒക്കെ. പക്ഷെ അതിന് അവരുമാണല്ലോ തയ്യാറാവുക. പക്ഷെ ആ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ രേഖകൾ കൃത്യമായി എനിക്കറിയില്ല. അതാണ് ഒന്ന്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധ്യമായ എല്ലാ മാർഗങ്ങളും, അംഗീകരിക്കപ്പെട്ട എല്ലാ മാർഗങ്ങളും ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ്. രണ്ടാമതൊരു ചിന്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ധൈര്യത്തിനാണ് വിളിക്കുന്നത്, നിങ്ങൾ മുബാഹലക്ക് വരണം. അല്ലെ? ആരാ പോകേണ്ടത്? മുബാഹലക്ക് പങ്കെടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും കുട്ടികളും വേണം. പിന്നെ സമൂഹത്തിലെ ഓരോ സ്ത്രീയും പുരുഷനും കുട്ടികളും ഒക്കെ വേണം. അവരുടെയൊക്കെ മനസ്സിൽ ഈ വിഷയമുണ്ടാവണം. നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു, ഗാനമേളയാണോ, പാട്ടാണോ, ഡാൻസ് ആണോ എന്താ അറിയില്ല, എന്താ പോയി നോക്കുക, ഏതായാലും പ്രസംഗിക്കണേ നബി ഉണ്ടാവൂല, അപ്പൊ അവിടെ കേട്ടിരിക്കണം, ബാക്കി ഇപ്പൊ നമുക്കെന്താ എന്ന മട്ടിൽ മനസ്സിൽ ഒരു ഉദ്ദേശവും ചിന്തയും ബോധവും ഇല്ലാത്ത കുറെ ആളുകളെ വിളിച്ചുകൂട്ടി ഒരു മൈതാനത്തേക്ക് കൊണ്ടുപോയി നടത്തേണ്ട പരിപാടി അല്ല മുബാഹല. ആ മുബാഹലയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും ഉറപ്പുണ്ടാവണം എന്തിനു വേണ്ടിയാണ് അയാൾ നിലകൊള്ളുന്നത്, എന്താണ് മറുവശത്തിന്റെ പോരായ്മ. രണ്ട് കാര്യങ്ങൾ: തങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, എതിരുള്ളവരുടെ പോരായ്മ എന്താണ്. എന്റെ ശിഷ്യന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാ പറഞ്ഞത്, തന്റെ ശിഷ്യന്മാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. എന്തുറപ്പ്? അവർക്കറിയാം ഞാൻ പഠിപ്പിക്കുന്ന ദീൻ എന്താണ്, അവർക്കറിയാം അപ്പുറത്തുള്ള ദീനിന്റെ പോരായ്മകൾ എന്താണ്, ആ ഉമ്മത്തിന്റെ പോരായ്മ എന്താണ്. ശരി, ഇന്നിപ്പോ ഏതെങ്കിലും ക്രിസ്ത്യാനികളായ ഒരു വിഭാഗമോ ജ്യോതി വിഭാഗമോ ഇവിടുത്തെ ഹിന്ദുക്കളോ ആരെങ്കിലും മുസ്ലിം സമൂഹത്തെ ഒരു മുബാഹലക്ക് വിളിച്ചാൽ നമുക്കതിന് ഉത്തരം പറയാൻ പറ്റുമോ? അതെ, ഞങ്ങൾ തയ്യാറാണെന്ന്. ഞാൻ ഇപ്പറഞ്ഞ അളവിൽ നമുക്ക് എന്ത് തോന്നുന്നു? കഴിയില്ല. മുബാഹലക്ക് പറ്റുമായിരിക്കും, പക്ഷെ അതിന് മുമ്പ് കുറെ ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു കൊല്ലമൊക്കെ ഒരു കൊല്ലത്തിലധികം നീണ്ടു നിൽക്കുന്ന. കാരണം എന്തിനെ പറ്റിയാണ് നമ്മൾ നിലകൊള്ളുന്നതിനെ പറ്റിയോ, എന്താണ് ഈ ദീനിന്റെ അടിത്തറയെന്നോ, ഈ നിയമങ്ങളൊക്കെ എന്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്നതിനെ പറ്റിയുള്ള തിട്ടമായ ഒരു ബോധം സമൂഹത്തിൽ എല്ലാവർക്കും ഇല്ല. എല്ലാവർക്കും പോയിട്ട് ദീൻ പഠിച്ചവർ, മനസ്സിലാക്കിയവർ എന്നവർക്ക് വരെ ഇല്ലാത്ത പല സാഹചര്യങ്ങളെയും കാണേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ മാത്രം വിവരമുള്ളവൻ എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനൊരു സംശയം ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. കൽബോണ്ട് പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് പറയാൻ നമുക്ക് സൗകര്യമില്ലല്ലോ. പെണ്ണുങ്ങൾക്ക് ജുമാ ജമാഅത്ത് സുന്നത്തല്ലേ? ജുമാ സുന്നത്തല്ലേ? ലൊഹർ ഫർളല്ലേ? അപ്പൊ എന്തിനാണ് ഈ പെണ്ണുങ്ങൾ ഫർളായ ലോഹർസ്കാരം വിട്ടിട്ട് സുന്നത്തായ ജുമാസ്കാരത്തിന് പോണത്? ഒരു കാര്യം അങ്ങനെ ചോദിച്ചെന്നുള്ളൂ, നമ്മൾ വലിയ വിഷയമായിട്ട് എടുക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ജുമാ സ്ത്രീകൾക്ക് സുന്നത്തായിരിക്കെ, ലൊഹർ സ്ത്രീകൾക്ക് ഫർളായിരിക്കെ, ഫർളായ ലൊഹർ വിട്ടിട്ട് സുന്നത്തായ ജുമയ്ക്ക് എന്തിനാണ് സ്ത്രീകൾ പോകുന്നത്? സാധാരണ മൗലവിമാര് പറയാനുള്ള ഒരു കാര്യമാണിത്. ഷേഖന്മാര് നമ്മളാകെ പതറാണ്. നേരാണല്ലോ പറഞ്ഞത്, സംഗതി ശരി തന്നെയാണല്ലോ എന്നൊക്കെ കൂടെ. എന്താ സംഗതി? ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ജുമയും ലോഹറിനെയും കാണേണ്ടത് സുന്നത്ത് ഫർള് എന്ന റേഷ്യോയിലല്ല, എന്ന അനുപാതത്തിലല്ല. പകരം സ്ത്രീകൾക്കും ജുമാ നിർബന്ധമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമാ എന്ന് പറയുന്ന ആയത്ത് പുരുഷനും ബാധകമാണ്, സ്ത്രീക്കും ബാധകമാണ്.
ധൃതിപ്പെടല്ലേ, കേൾക്ക്, ശാന്തമായി കേൾക്ക്. ജുമാ സ്ത്രീകൾക്കും നിർബന്ധമാണ്. അപ്പോ സ്ത്രീകൾക്കും ജുമാ സുന്നത്താണ് എന്നല്ല പറയേണ്ടത്, സ്ത്രീകൾക്കും ജുമാ നിർബന്ധമാണ്. പക്ഷേ 4 വിഭാഗത്തിന് അതിൽ വിട്ടുവീഴ്ചയുണ്ട്, റുഖ്സയുണ്ട്. റുഖ്സ വിട്ടുവീഴ്ചയുണ്ട്, വിടുതിയുണ്ട്. ആരൊക്കെയാണ്? സ്ത്രീകൾ, പിന്നെ അടിമകൾ, പിന്നെ രോഗികൾ, പിന്നെ യാത്രക്കാർ. അടിമകളോടും ഈ കൽപ്പനയുണ്ട്, ജുമാക്ക് പങ്കെടുക്കണം. രോഗികളോടും നിർബന്ധമാണ്, ജുമാക്ക് പങ്കെടുക്കണം. യാത്രക്കാർക്കും നിർബന്ധമാണ്, പിന്നെ ഈ ജുമാക്ക് പങ്കെടുക്കണം. സ്ത്രീകൾക്കും നിർബന്ധമാണ്, ജുമാക്ക് പങ്കെടുക്കണം. പക്ഷെ ഈ 4 പേർക്കും പല സാഹചര്യങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കാതെ വരും എന്നതുകൊണ്ട് അള്ളാഹു ഇവർക്ക് പിന്നെ ഇളവ് കൊടുത്തു. അപ്പോ ജുമയും ലൊഹറും തമ്മിലുള്ള ബന്ധം ഒളുവും തൈമും തമ്മിലുള്ള ബന്ധം പോലെയാണ്. എന്താ ഒളുവും തൈമും തമ്മിലുള്ള ബന്ധം? ഒളു നിർബന്ധമാണ്, തൈമം അതിലുള്ള വിട്ടുവീഴ്ചയാണ്. 4 റക്അത്തും 2 റക്അത്തായി നിസ്കരിക്കുന്ന പോലെ 4 റക്അത്ത് നിർബന്ധമാണ്, 2 റക്അത്ത് അതിൽ വിട്ടുവീഴ്ചയാണ്. ഈ വിശദീകരണം അറിയാതെ ഈ പറയുന്നവരുടെ വാക്ക് കേട്ടിട്ട് അത് നേരുന്നെയാണല്ലോ പറയുന്നവനെ എന്ന് സുബ്ഹാനല്ലാഹ് പറയുന്ന അവസ്ഥ നമ്മിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ പാടില്ലല്ലോ. ഞാൻ നിങ്ങളെ ആരെയും കൊച്ചാക്കാനോ നിങ്ങൾക്കാർക്കും അറിയില്ല എന്ന് അർത്ഥത്തിന് പറഞ്ഞു തന്നതല്ലേ. ആശയം മനസ്സിലായല്ലോ. സ്ത്രീകൾക്കും ജുമാ നിർബന്ധം. നിങ്ങൾ ഇത് ആരോടാ പറഞ്ഞു നോക്കൂ, അപ്പോഴേക്ക് പഠിച്ചോനെ പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമാണോ? എന്നിട്ട് നിങ്ങൾ നിക്ക് ബാക്കി പറയട്ടെ. പക്ഷെ 4 കൂട്ടർക്ക് അതിൽ വിടുതി നൽകിയിട്ടുണ്ട്, റുഖ്സ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ റുഖ്സ നൽകിയവർക്ക് എന്ത് ചെയ്യാം? ആ ആനുകൂല്യം മാറ്റി നിർത്തിയിട്ട് ബാക്കി അവർക്ക് ചെയ്യാം. ഇപ്പൊ യാത്രക്കാരായ ഒരാൾക്ക് ജുമാ നിർബന്ധമില്ല, പക്ഷെ അയാൾ ഒരു യാത്രന്റെ ഇടയിൽ ജുമാക്ക് കയറിയാൽ അത് അനുവദനീയാണ്, തടയേണ്ടതില്ല. അയാൾക്ക് അതിന് കൂലിയും കിട്ടും, ഫർദ് കൂലി കിട്ടും. ഞാൻ ഈ പറയുന്നതിന്റെ ഒക്കെ ആശയം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മതപരമായ പ്രാഥമിക വിജ്ഞാനമെങ്കിലും നമ്മളെ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും കിട്ടണം. ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ ഈ പ്രാഥമിക വിജ്ഞാനം എന്നതിന്റെ അർത്ഥം ഇപ്പോൾ നമ്മുടെ മദ്രസകളിൽ നൽകപ്പെടും വിധത്തിലുള്ള ഇബാദാത്തുകളെ പറ്റി അത് ചെയ്യാനുള്ള പാഠമോ വിശ്വാസ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു എണ്ണപ്പടിക്കലോ ചരിത്രത്തിന്റെ ഭാഗത്ത് വരുന്ന ഏതാനും ഭാഗങ്ങളോ കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല. അത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ? ഇത് നിങ്ങളോട് പറയുന്നു, പറയേണ്ടടുത്തൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെയൊക്കെ അതിന്റെ അവസ്ഥ. പ്രാഥമിക വിജ്ഞാനം ഇതുകൊണ്ടൊന്നും മാറില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ കേരളത്തെ പോലെ ഇതര മതവിഭാഗങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുന്ന സമയത്ത് ഈ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുമായി എത്രത്തോളം അടുക്കാം, എത്രത്തോളം അടുക്കാൻ പാടില്ല. വിഭാഗങ്ങളുമായി എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. എത്രത്തോളം അവരെ അനുകൂലിക്കുകയും അവരുടെ വിശ്വാസങ്ങളിലും ആചാരക്രമങ്ങളിലും നമുക്ക് സഹകരിക്കാം, സഹകരിക്കാതിരിക്കാം എന്നതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാവണ്ടേ. ഒന്നുകിൽ അങ്ങേയറ്റത്തെ എക്സ്ട്രീം അല്ലെങ്കിൽ ഇങ്ങേയറ്റത്തെ എക്സ്ട്രീം അതാ പലപ്പോഴും കാണുന്നത്. ഇത് പഠിക്കാതെ പുറത്തിറങ്ങിയ ആളുകള് പലപ്പോഴും പിന്നീട് അതിനെപ്പറ്റി പറയപ്പെടുമ്പോൾ അവർ വലിയ ചില വിഷമങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലാസ് കേൾക്കുന്ന ചെറുപ്പക്കാരായ ആൾക്കാരും ആയുസ് കുറച്ചുകൂടിയൊക്കെ നീട്ടിക്കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരോടും ഒരു വസിയ്യത്ത് എന്ന വിധം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളും മറ്റുമൊക്കെ പരിഷ്കരിക്കപ്പെടണം. ഈ കാലഘട്ടത്തെ വെല്ലുവിളികളെ നേരിടാൻ പറ്റും വിധത്തിലുള്ള പ്രാഥമിക വിജ്ഞാനം ഈ കുട്ടികൾക്ക് നൽകപ്പെടണം. ദീൻ എന്താണ്, ദീനിന്റെ ചൈതന്യം എന്താണ്, അതിന്റെ സന്തോഷം എന്താണ്. ആലോചിച്ചോക്കോ, ഞാനൊക്കെ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, മദ്രസ വിദ്യാഭ്യാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാനന്ദം നൽകുന്നതായിരുന്നില്ല എന്റെയൊക്കെ കുട്ടിക്കാലത്ത്. ആന്റെ ശബ്ദവും ഓയിലിന്റെ ശബ്ദവും അതിനനുസരിച്ച് അടിയും എല്ലാം കൂടിയായിട്ട് ഒരു ബഹളം. പിന്നെ അന്നൊക്കെ പാഠപുസ്തകങ്ങൾ കളർ പ്രിന്റ് ചെയ്യാറും പോലില്ല. അലിഫുബാധ പഠിപ്പിക്കുന്ന ബുക്കുകളിലൊന്നും കളർ പ്രിന്റ് ഇല്ല. പിന്നെ ഞാനൊക്കെ പഠിച്ച ഒരു ക്ലാസ്സിൽ 100ഓളം കുട്ടികളും ഒരു വല്ലാക്കിയുള്ള ഒരു കാലുണ്ട്. 100ഓളം കുട്ടികൾ. ഈ മൊല്ലാക്കാക്ക് പിന്നെ 7 മണി മുതൽ 9:30 വരെയുള്ള സമയത്തിനിടയ്ക്ക് എല്ലാവരും കൂടി കാണാനും കഴിയില്ല. നമ്മളൊക്കെ എങ്ങനെ ഇരിക്കാന്നറിയോ? ഉസ്താദിനടുത്ത് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടേ ഇരിക്കുക. പിന്നെ ബാക്കിയൊക്കെ വീട്ടിൽ നിന്ന് കിട്ടിയതാ. അപ്പൊ അതൊന്നും മാത്രമല്ല, നമ്മളടുത്ത അബദ്ധം കൂടി ഉണ്ട്. എന്താരോ, മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ അത്ര വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണ്ടാല. ഇങ്ങനെ അശാസ്ത്രീയമാവാൻ പറ്റുമോ? ശരിക്ക് കുട്ടികളുടെ മനഃശാസ്ത്രത്തെ പറ്റിയും ടീച്ചിങ് മെത്തേഡുകളെ പറ്റിയും ഈ ടീച്ചിങ്ങിന്റെ മറ്റു നിയമങ്ങളെ പറ്റിയൊക്കെ അറിയാവുന്ന വളരെ സമർത്ഥരായ ആളുകളെയാണ് ഈ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്.
കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സംതൃപ്തമായി ഉത്തരം പറയാൻ കഴിയണ്ടേ? സ്വർഗത്തെ പറ്റി ഉസ്താദ് ക്ലാസ് എടുത്തു. എന്താണ് അവിടെ? ഒരിക്കലും കേടുവരാത്ത നദികളുണ്ട്, തേനിന്റെ പാലിന്റെ ഒക്കെ പുഴകളുണ്ട്. കുട്ടികൾ ഉള്ളോട് ചേർത്ത് എന്താണ് ഈ ഉസ്താദ് പൊട്ടത്തരം പറഞ്ഞത്? തേനൊക്കെ ഇത്തിരി നേരം പുറത്തു വെച്ചാൽ തന്നെ കേടുവരുന്നിട്ടാണ് ഈ പറയുന്നത്. ആ ഉസ്താദ് അതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഉണ്ടായ സംശയം എന്താണെന്നറിയോ? അവിടെ ഈ ഭൂമിയിലെ പിന്നെ വ്യവസ്ഥിതി നിയമങ്ങളൊന്നുമല്ല അവിടെ സ്വർഗീയ ലോകത്ത് നടക്കുന്നത്. ഇവിടെ വസ്തുക്കൾ കേടുവരാൻ കാരണം സൂക്ഷ്മജീവികളാണ്. ബാക്ടീരിയ പോലെയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വന്ന് വീഴുന്ന സൂക്ഷ്മജീവികളാണ് ഈ വസ്തുക്കളെ കേടുവരുത്തുന്നത്. അവ ഇല്ലാതിരുന്നാൽ ഈ വസ്തുക്കൾ കേടുവരില്ല. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സംതൃപ്തിയായ ആ വാക്ക് കേട്ടപ്പോ. ഒന്നുകൂടി പറഞ്ഞുതരാം. പലയിടത്തും കബറിടങ്ങൾ മാന്തിയപ്പോഴ് അബദ്ധവശാലോ ആവശ്യത്തിനോ മണ്ണ് മാന്തി എടുത്തപ്പോൾ അഴുകാതെ കിടക്കുന്ന മയ്യത്തുകൾ കിട്ടി, കേടുവരാതെ കിടക്കുന്ന മയ്യത്തുകൾ കിട്ടി, കേടുവരാതെ മയ്യത്തുകൾ കിട്ടി എന്ന് ആളുകൾ പറയും. സത്യമാണത്. അങ്ങനെ പറയുമ്പോ അതെന്തോ ഒരു അമാനുഷികമോ ഒരു അത്ഭുതമോ അല്ലെങ്കിൽ അയാളെന്തോ വിശുദ്ധനാണോ എന്ന മട്ടിലാണ് ഈ പറയുന്നത്. മണ്ണിൽ ഇത് അഴുകണമെങ്കിൽ ബാക്ടീരിയകൾ വർക്ക് ചെയ്യണം. ചെറിയൊരു കാര്യം പറയാൻ, ചെറിയൊരു രൂപത്തിൽ, പൂർണ്ണമായ അർത്ഥത്തിലല്ല. പക്ഷെ മണ്ണിൽ സൾഫറിന്റെ അംശം കൂടുതലുണ്ടെങ്കിൽ സൾഫറിന്റെ, എനിക്ക് എന്റെ തെറ്റ് തിരുത്തട്ടോ നിങ്ങൾക്ക്, സൾഫറിന്റെ അംശം കൂടുതലുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയകൾ നിലനിൽക്കില്ല. ആ ബാക്ടീരിയകൾ നിലനിൽക്കുന്നില്ലെങ്കിൽ സൾഫറിന്റെ അംശം കൂടിയ മണ്ണിൽ നിങ്ങളൊരു മയ്യത്തിനെ കൊണ്ടുപോയി വെച്ച് നോക്കൂ, എത്ര വർഷം കഴിഞ്ഞാലും ആ മയ്യത്ത് അഴുകി പോവില്ല. ആ വെച്ച മാതിരി അവിടെ തന്നെ ഉണ്ടാവും. ആ കുപ്പായും അതേമാതിരി കഫംപുടവും അങ്ങനെ തന്നെ ഉണ്ടാവും. അതിന്റെ അർത്ഥം അയാൾ സിദ്ധനാണ്, അയാൾ വലിയാണ് എന്നല്ല. അപ്പൊ ഈ തരം വിഷയങ്ങളെ പറ്റി ഇപ്പൊ നിങ്ങൾക്കറിയാം, പണ്ട് കാലത്തൊക്കെ പള്ളിക്കാട്ടിൽ നിന്ന് വെളിച്ചം കണ്ടാല് അത് ശൈത്താനാണ് പൊട്ടിച്ചൂട്ടാൻ പറഞ്ഞൊരു കാലുണ്ട്. പിന്നെ ശവങ്ങളുടെ ജഡങ്ങളിൽ നിന്നുള്ള എല്ലുകളിൽ നിന്നുള്ള ഫോസ്ഫറസ് പുറത്തു വരുമ്പോൾ അത് അന്തരീക്ഷവുമായി കലർന്നിട്ടുണ്ടാകുന്ന തീയാണതെന്ന് സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കപ്പെട്ടപ്പോ കുറെ കൂടി സമാധാനമായി. അല്ലെങ്കിൽ വലിയ കഥകളെ ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പറയാം, ആ പള്ളിപ്പറമ്പ് ഇങ്ങനെ വെളിച്ചം കണ്ട് പറഞ്ഞിട്ട് ഫോസ്ഫറസിന്റെ അവസ്ഥയാണ് എന്നുള്ളത്. അപ്പൊ ഈ തരം ഈ വിധത്തില്, ചെറിയ വിധമാണ് ഞാൻ പറഞ്ഞതിനേക്കാളും വലിയ വിധത്തില് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്ന ഒരവസ്ഥ, മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ. എന്തിനാ ഞാൻ പറഞ്ഞത്? ഞാൻ പുറത്തു പോയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനൊരു മുബാഹലക്ക് വിളിക്കുന്നുണ്ട് ജൂതന്മാരെ, ക്രിസ്ത്യാനികൾക്ക് വിളിക്കുന്നുണ്ട് ഞാൻ മുബാഹലക്ക് എന്ന് പറയുമ്പോൾ അത് വിളിക്കാനുള്ള ധൈര്യം നബിക്ക് കിട്ടിയത് തന്റെ കൂടെയുള്ള സഹാബികളെ പറ്റിയുള്ള ഉറപ്പാ. എന്താ ഉറപ്പെന്നറിയോ? അവരൊക്കെ ഇതിനെപ്പറ്റി ബോധവാന്മാരാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഉറപ്പിലേക്ക് എത്തണം. നിങ്ങളാരെയും സോപ്പാക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ പഠനം എന്ന് പറയുന്നത് ഈ അന്വേഷണമാണ്, ഈ പഠനമാണ്. എന്താണ് സംഭവം, എന്താണ് ഉണ്ടായത്, എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഖുർആൻ ആ വിഷയത്തെ പറ്റി പറഞ്ഞു തന്നിരിക്കുന്നത് എന്നത് ആ നേർക്ക് നേരെ ആ അറബി പദങ്ങളിൽ പറഞ്ഞതിനപ്പുറം അതിന്റെ ഉള്ളിൽ എന്ത് കിടക്കുന്നുണ്ട് എന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളെ ഖുർആൻ ആ സൂറത്ത് പെട്ടെന്ന് തീർന്നു പോവുക, പിന്നെ കൂടുതൽ സൂറത്ത് ആയത്തുകൾ പഠിപ്പിക്കാൻ പറ്റാതെ വരുന്നത് ആ ചിന്തകളുടെ കൂടെ പോവുക. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു, ഇതിലെ ചിന്തകൾ എന്ന് പറയുന്നവ എപ്പോഴും ഞാൻ എഴുതി തരികയും നമുക്കൊന്നായിട്ട് എടുക്കുകയും ചെയ്യാന്നൊക്കെ. നമുക്കത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നേരത്തെ ക്ലാസ്സിലുള്ളവരോട് ഞാൻ എഴുതി കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 100 ആയത്തുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ചിന്തകൾ അല്ലെങ്കിൽ ഗുണപാഠങ്ങൾ മാത്രം ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ അത് മാത്രം. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ വായിക്കുന്ന മേൽ ആയത്തുകളെക്കാളേറെ ആ ഖുർആൻ പരാമർശിച്ചു പോയ വിഷയങ്ങളുടെ ബാഹുല്യം, എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞു തരുന്നത്. ആട്ടെ, അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മുബാഹലക്ക് തയ്യാറാവാൻ നമ്മളും തയ്യാറാവണം. മറ്റൊന്ന്, ആ വിധത്തിലുള്ള ഒരു ഉറപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ഇപ്പൊ ആയത്തിൽ എന്താ പറഞ്ഞത്? 94-ാമത്തെ ആയത്തിൽ തുടങ്ങിയിരിക്കുന്നത് പരലോക ജീവിതം, പരലോകമാകുന്ന വീട് അഥവാ സ്വർഗീയ സുഖം നിങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. അതിലൊരു ഖണ്ഡനമുണ്ട്. താഴെ വരുന്നുണ്ട് ആയത്ത് വീണ്ടും, ആശയം വീണ്ടും. പരലോക സുഖം, സ്വർഗം ഞങ്ങൾക്കുള്ളതാണെന്ന് ജൂതന്മാരും അല്ല ഞങ്ങൾക്കുള്ളതാണെന്ന് ക്രിസ്ത്യാനികളും വാദിക്കാറുണ്ടായിരുന്നു. ആ വാദത്തെ അപ്പടി നിരാകരിക്കുകയാണ് ഖുർആൻ ചെയ്തത്. ആദ്യത്തെ വാക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിനല്ല ഇപ്പൊ മുസ്ലിങ്ങളും പറഞ്ഞത് സ്വർഗീയ ജീവിതം ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്. സംഭവം ശരിയാ.
പക്ഷെ അത് പറയുമ്പോ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ് എന്ന് അറിയപ്പെട്ടത് കൊണ്ടോ, പാസ്പോർട്ടിലും റേഷൻ കാർഡിലും മുസ്ലിമാണെന്ന് എഴുതപ്പെട്ടത് കൊണ്ടോ ഒക്കെ അതുണ്ടാവുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഖബറിൽ വിചാരണ തുടങ്ങുന്ന സമയത്ത് വിചാരണ ചെയ്യാൻ വേണ്ടി മലക്ക് വരും. ഒരുപാടുണ്ട് പറയാൻ. ഒരു സംഭവം പറയാണ്, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത കാര്യങ്ങൾ ഓർപ്പിക്കാമല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയും ഈമാനെ പറ്റിയൊക്കെ ചോദിക്കും, ഇസ്ലാമിനെ പറ്റി ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് ഉത്തരം ഉണ്ടാവില്ല പഠിക്കാതെ പോയവന്. അന്നേരം മലക്കുകൾ പറയുന്നൊരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ദറൈത. ഒന്നും വായിച്ചൂല്ല, ഒന്നും പഠിച്ചൂല്ല, എന്നിട്ട് വന്നിരിക്കുകയാണല്ലേ. ദറൈത. ഒന്നും വായിച്ചൂല്ല, ഒന്നും പഠിച്ചൂല്ലല്ലേ. ഒരായുഷ്കാലം മുഴുവൻ ഭൂമിയിൽ കിട്ടിയിട്ട്, ജീവിതത്തിൽ കിട്ടിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും പഠിച്ചില്ല, വായിച്ചറിയേണ്ട കാര്യങ്ങളൊന്നും വായിച്ചറിഞ്ഞില്ല, എന്നിട്ട് ഇവിടെ വന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് അല്ലേ എന്ന് മലക്കുകൾ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെ പോകണം എന്ന ആശയത്തിനാണ്. അപ്പൊ അത് സുപ്രധാനം തന്നെയാണ് എന്ന് കിട്ടിയതില്. അപ്പോ പിന്നെ അത് പറഞ്ഞത് ആ ആളുകൾക്കാണ് സ്വർഗീയ സുഖത്തെ പറ്റി ഇസ്ലാം വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. ബിദ്അത്ത് ചെയ്തു വരുന്ന ആളുകൾക്ക് നാളെ ഹൗദുൽ കൗസറിന്റെ അരികത്തെ എത്തുമുണ്ടാകുന്ന ഒരു അനുഭവം പറഞ്ഞു. മുസ്ലിങ്ങളാണ്, ഒരുപാട് പെട്രോമാസ് കത്തിച്ചിരിക്കുന്നു, ഒരുപാട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ദഫ് മുട്ടിയിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയോ പിന്നെ ഫാൻസി ഡ്രസ്സുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആണും പെണ്ണും ഒക്കെ മുറം പിടിച്ചും കൊട്ട പിടിച്ചും ഒക്കെ റോട്ടിലൂടെ മൊഹബത്ത് പറഞ്ഞ് നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള മഹാന്മാരായ വീരപുരുഷന്മാർ നാളെ മഹ്ശറയിൽ വരും. അപ്പൊ ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന ഈ ആളുകൾക്ക് വെള്ളം മുക്കി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവും, നമ്മുടെ പ്രവാചകൻ ഹൗദുൽ കൗസറിന്റെ സമീപത്ത്. അപ്പൊ ഒരു വലിയ കൂട്ടം ആളുകൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോ ആ ആളുകളും നബിയും തമ്മിൽ അകറ്റപ്പെടും, മലക്കുകളെ വരെ മാറ്റി നിർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലപിക്കും, ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്താണ്, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കട്ടെ. അന്നേരം മലക്കുകൾ പറയും, ഇല്ല പ്രവാചകരെ, താങ്കൾ മരണപ്പെട്ടതിന് ശേഷം എന്തെല്ലാം വിദ്യാർത്ഥികളാണ് അവർ ചെയ്തു കൂട്ടിയത് എന്ന് താങ്കൾക്ക് അറിയില്ലല്ലോ. താങ്കൾ പഠിപ്പിച്ച ദീനിൽ താങ്കൾ പഠിപ്പിക്കാത്തതായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ വർഗമാണ് ഇവര്. പെട്രോമാക്സും ആനയും അമ്പാരിയും വെടിക്കെട്ടും ഈ തുള്ളിക്കളികളും നെയ്ച്ചോറും പിന്നെ ഈ പോത്തിറച്ചിയും അതും ഇതും എല്ലാം കൂടിയായി. പിന്നെ ഒരു മനുഷ്യനോടുണ്ടോ ആരെങ്കിലും യാ നബി സലാം അലൈക്കും പറയല്? എന്തൊരു അവഹേളനാണ്. നിങ്ങളെ വാപ്പ വീട്ടിൽ കയറി നേരത്തെ യാ ബാപ്പ സലാം അലൈക്കും എന്ന് കെട്ടിയോളും മക്കളും കൂടി വിളിച്ചാൽ അത് ബഹുമാന അതോ അനാദരവോ? എവിടുന്ന് കിട്ടിയതാ ഇത്? എന്നാ സഹാബികൾ ഈ യാ നബി വിളിച്ചത്? നമ്മളാ കുറ്റക്കാര്. നമ്മൾ ഇതിനോടൊക്കെ ഇങ്ങനെ പിന്നെ സമരസപ്പെട്ടു എന്ന് തോന്നുന്നു, അഡ്ജസ്റ്റ് ആയെന്ന് തോന്നുന്നു. ഒരാളോട് നമ്മൾ വർത്തമാനം പറയാൻ പോകാറില്ല. നിങ്ങൾ നല്ല പൊതുവെ കാണുന്ന ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും എനിക്കറിയില്ല. പൊതുവെ ഞാൻ കാണുന്നത് ഇത്തരം കാര്യം തർക്കിച്ച് തല്ലുകൂടി അകലണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആശയം നടത്തിക്കൂടെ? എന്നാടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ നബിയെ കാണും നേരം യാ നബി സലാം പറഞ്ഞൊരു ദിവസം ഏതാ? അല്ലെങ്കിൽ തന്നോടെല്ലാവരും ഇങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞ ഹദീസ് ഏതാ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം എന്നാ ഇവരെല്ലാം കൂടി ഇങ്ങനെ യാ നബി സലാം അലൈക്കും? പിന്നെ റബീഉൽ അവ്വൽ മാസം പിറന്നാ ഇപ്പോ, നേരത്തെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിലടക്കം ഞാൻ നേരത്തെ പിന്നെ ഗുരുവായൂർ സ്ഥിരമായി കുറെ ദിവസങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. അന്നേരം ഞാൻ ആ റൂട്ടിലല്ലോ പൊന്നാനി പിന്നെ ഗുരുവായൂർ ആ റൂട്ടിൽ കണ്ടമാനം പള്ളികളിൽ ഇത്തരം പിന്നെ അറബി പാട്ടുകൾ കേട്ടിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ തുടങ്ങി പാട്ട്. പള്ളികളൊക്കെ ക്രിസ്ത്യൻ പള്ളികളിലെ പള്ളിപ്പെരുന്നാളിനെ അലങ്കരിക്കും പോലെ പള്ളിപ്പെരുന്നാളിനെ അലങ്കരിക്കുക എന്നിട്ട് പാട്ട്, മാപ്പിളപ്പാട്ട്. അത് ദീനൊന്നുമല്ല. എന്താ ഉസ്താദ് കുരുത്തക്കേട് പറഞ്ഞത്? പിന്നെ എന്താണ് നല്ല മാപ്പിളപ്പാട്ട്? ആ വരികളുടെ തുടക്കം അറിയോ നിങ്ങള്? പിന്നെ ബുർദയുടെയൊക്കെ അതുപോലെയുള്ള കവിതകളുടെയൊക്കെ അതൊക്കെ ശരിക്കും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ നല്ല പിന്നെ ഈ തരത്തിലുള്ള ഗാനങ്ങൾ. അറബി പറഞ്ഞ മാപ്പിളപ്പാട്ടാവൂല, അറബിയിൽ പാടിയ പാട്ടാവും. മാപ്പിളപ്പാട്ടാണ്. മാപ്പിളപ്പാട്ട് എന്ന് ഞാൻ പറഞ്ഞാൽ മുസ്ലിങ്ങൾ പറയുന്ന ഭക്തിഗാനം എന്നോ അങ്ങനെ സംഭവമില്ലല്ലോ. ഭക്തിക്ക് വേണം ഇസ്ലാമിൽ ഒരു ഗാനമില്ല.
ഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗാനമില്ല. പിന്നെ ഭക്തി ഇങ്ങനെ വിരലിൽ തബലടിക്കുമ്പോൾ ഹാർമോണിയം വായിക്കുമ്പോഴാ എന്തൊക്കെ പൊട്ടച്ചറായി പറഞ്ഞു കൊടുക്കണ് മുസ്ലിം ഭക്തി ഗാനം. ആ സംഭവമല്ലല്ലോ. അപ്പൊ ഈ ചെയ്ത ആളുകൾക്ക് പരലോകത്ത് കിട്ടുന്ന അനുഭവം ഇതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ജൂത ക്രൈസ്തവർ പരലോക സ്വർഗം ഞങ്ങൾക്കുള്ളതാണെന്ന് പറയും പോലെ തന്നെയല്ലേ ഉസ്താദെ മുസ്ലിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ വിധത്തിൽ കണക്കാക്കിയെങ്കിൽ അത് അതിന് തുല്യമാണ്. പക്ഷെ ആ വിധത്തിൽ കണക്കാക്കാൻ പറ്റില്ല. ഖുർആനും ദീനും ഹദീസും അതിന് തെളിവല്ല. പകരം വിശ്വാസത്തോടു കൂടി തയ്യാറാവണം. അത് വളരെ കൃത്യമായൊരു വാചകമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഫാത്തിമ തന്റെ മകളോട്, നീ എന്റെ കരളിന്റെ കഷ്ടമാണ്, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ നിന്റെ പരലോക ജീവിതത്തിന് വേണ്ടത് മുഴുവൻ നീ തയ്യാറാക്കിക്കോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളാണെന്നും പറഞ്ഞ് അവിടെ വന്നാൽ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. അതാണ് ഇസ്ലാമിന്റെ സ്ഫുടത, വ്യക്തത എന്ന് പറയുന്നത്. അപ്പോ ജൂത ക്രൈസ്തവർ പറയുന്നത് വേറെയാണ്, നമ്മൾ പറയുന്നത് വേറെയാണ്. അപ്പോ ഒന്ന് ആ ആയത്തിൽ പഠിക്കാനുള്ള ഒരു പാഠം ആ വാദത്തിന് ഖണ്ഡനം കൊടുത്തു എന്നതാണ്. 96-ാമത്തെ ആയത്തിൽ കിട്ടുന്ന ഒരു ചിന്ത എന്താന്ന് പറഞ്ഞാൽ, ജൂതന്മാർക്ക് ആയുസിനോട് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരിക. അതിപ്പോ ഒരു തെറ്റാണോ ആയുസിനോട് ആഗ്രഹിക്കുക എന്നുള്ളത്? എത്രത്തോളം മുശ്രിക്കുകളെക്കാൾ ഏറെ അവർ ജീവിച്ചിരിക്കാൻ കൊതിച്ചിരുന്നു എന്ന് പറയുന്ന ആശയമാണ് പറഞ്ഞു തരുന്നത്. ഒരു ഹദീസ് പറഞ്ഞുതരാൻ ഞാൻ. കാലങ്ങൾ കഴിയുമ്പോൾ മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ കൈകളാൽ ദ്രോഹിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നതിന് ഏറെ വിധേയമാവുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. നേരെ പരിഭാഷയിലെ ആശയം. അപ്പൊ അവർ ചോദിച്ചു, പ്രവാചകരെ അന്ന് അത്ര ന്യൂനപക്ഷമായിരിക്കുമോ മുസ്ലിങ്ങൾ? ഒരുപാടുണ്ടാവും. പക്ഷെ അവര് മഴ പെയ്ത് വെള്ളമൊലിച്ചു പോകുമ്പോ അതിന്റെ മുകളിലൊക്കെ ചപ്പും ചവറും ഒക്കെ നുരയും പതയും ഒക്കെ ഇങ്ങനെ പൊങ്ങായി പൊന്തി നടന്നു പോവാറില്ലേ? അതുപോലത്തെ കുറെ വെയിറ്റ് ഇല്ലാത്ത കുറെ എണ്ണം, ഉൾക്കനമില്ലാത്ത, ആശയത്തിന്റെ ഈമാനിന്റെ ബലമില്ലാത്ത കുറെ എണ്ണം വരുവെള്ളത്തിൽ, അങ്ങനെ പറയില്ലേ, മഴ പെയ്ത് വരുന്ന ഒലിച്ചു വരുന്ന വെള്ളത്തിന്റെ മേൽ തങ്ങി നിൽക്കുന്ന, ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ചപ്പ് ചവറുകളെ പോലെ നുരയും പതയും പോലെയുള്ള കുറെ എണ്ണം. എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു? അവരുടെ മനസ്സെന്താണെന്നറിയോ? അവർ മുഴുവൻ ഭീരുക്കളായിരിക്കും, ദുർബലരായിരിക്കും. എന്താണ് ആ ദൗർബല്യം എന്ന് പറഞ്ഞാൽ അറിയോ? വഹൻ എന്ന് പറഞ്ഞാൽ അറിയോ? ഹുബ്ബു ദുനിയ, ദുന്യവിയായ സുഖങ്ങളോടുള്ള അമിതമായ കൊതി. ഇപ്പൊ കറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുകയും ചെയ്യുക. അപ്പൊ ഉസ്താദിനിപ്പോ ഇത് ബാധകമല്ല, നിങ്ങൾക്ക് മരിക്കാൻ കൊതിയാണോ എന്ന് ചോദിച്ചാൽ മരിക്കാൻ കൊതിയല്ല, ജീവിച്ചിരിക്കാനാ കൊതി. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്, മരണത്തെ ആവശ്യപ്പെടുന്ന കുറെ സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോൾ അവിടെ മരണം വരെ സംഭവിച്ചേക്കാം. അവിടെ പിന്നോട്ടില്ല, ആ വഴിക്കങ്ങ് മരിക്കണം എന്നതാണ് തീരുമാനം. നിങ്ങളെയും തീരുമാനം അത് തന്നെയല്ലേ? ആ തീരുമാനം ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ഹദീസിന്റെ ഭാഗത്തേക്ക് വരുന്നത്. ഭീരുക്കൾ, സുഖങ്ങൾ അനുഭവിച്ച് പൂതി തീരാതിരിക്കുക. ഞാനിത് പറയുമ്പോഴേക്ക് നിങ്ങളാരും സന്യാസിമാരൊന്നും ആവണ്ട. ഖുർആൻ ചോദിച്ചു സൂറത്തുൽ അറാഫിൽ, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി ലത്തി അഖ്റജ ലിഇബാദി വത്വയ്യിബാതി മിനർ റിസ്ക്. ആരൊക്കെയോ പറഞ്ഞു ഈ ജീവിത സുഖങ്ങളൊന്നും മുസ്ലിങ്ങൾ അനുഭവിക്കാൻ പാടില്ല, മാംസാഹാരം പോലെയുള്ള നല്ല നല്ല ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ല, അതൊക്കെയാണ് യഥാർത്ഥ ഭക്തി ജീവിതം എന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചു. മറ്റു മതങ്ങളിലൊക്കെ അങ്ങനെയാണ് പലതിനും. അപ്പൊ ഖുർആൻ ചോദിച്ചു ഇതൊക്കെ നിഷിദ്ധമാണെന്ന് ആരാടാ പറഞ്ഞു? ആര് പറഞ്ഞു? ആയത്തിന്റെ ബാക്കി ഉൽഹുലില്ലദീന ആമനു, അത് വിശ്വാസികൾക്ക് അർഹതപ്പെട്ടതാണ് ഈ ദുനിയാവിൽ. ഖാലിസത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, ലോകാവസാനത്തിന് ശേഷമുള്ള വിചാരണ കാലഘട്ടങ്ങളിൽ, അതായത് പരലോക ജീവിതത്തിൽ അത് വിശ്വാസികൾക്ക് മാത്രവുമായിരിക്കും. ശരിക്കും ഇവിടുത്തെ ഭൗതികമായ സകലമാന സുഖസൗകര്യങ്ങളും അനുഭവിക്കാൻ അവകാശപ്പെട്ടവർ, അർഹതപ്പെട്ടവർ വിശ്വാസികളായ ആളുകളാണ്. പക്ഷെ ഇവിടെ അല്ലാഹ്ക്ക് അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല, എല്ലാവർക്കും കൊടുക്കും. പക്ഷെ അത് ആഖിറത്തിലെത്തുമ്പോൾ അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഭൗതികമായ സുഖസൗകര്യങ്ങൾ നിഷിദ്ധമാണെന്നോ പാടില്ലെന്നോ ആരും ചിന്തിക്കേണ്ടയില്ല. നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വീടുണ്ടാക്കാം, നല്ല വസ്ത്രം വാങ്ങാം, നല്ല വാഹനം ഉണ്ടാവാം, ഒക്കെ ചെയ്യാം. മാത്രല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ കാലത്ത് ഈ സകാത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് ഗവർണർമാരിൽ ചിലർ അദ്ദേഹത്തിന് എഴുതി, ഞങ്ങളോട് സകാത്ത് വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് സ്വന്തമായ വാഹനമുണ്ട്, എന്ന് പറഞ്ഞാൽ കാറൊന്നുമല്ല, കുതിരയോ ഒട്ടകമോ ഒക്കെ ഉണ്ട്. അവരുടെ വീടുകളിൽ വേലക്കാരികളായ ആളുകൾ, സ്ഥിരമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്.
അവർ വേലക്കാരെ വിളിച്ച് ജോലി ചെയ്യിക്കുന്നുണ്ട്, അവർക്ക് സ്വന്തമായി വാഹനമുണ്ട്. ഇവരൊക്കെയാ ഞങ്ങളോട് സക്കാത്തിന് അർഹതപ്പെട്ടവരായി കണക്കാക്കുന്നത്, അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി ഉണ്ട്, ഒരു ഫത്വ. ഖലീഫ മാത്രമല്ലല്ലോ അവർ, അറിവുള്ളവരാണ്, ആലിമീങ്ങളാണ്. ഒരു മുസൽമാന്റെ അവകാശത്തിൽപ്പെട്ടതാണ് അവന് സ്വന്തമായി ഒരു വാഹനം ഉണ്ടാവുക എന്നത്. അവന്റെ അവകാശത്തിൽപ്പെട്ടതാണ് അവന് വേല ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും അവന്റെ കൂടെ ഉണ്ടാവുക എന്നത്. അതൊക്കെ അവൻ അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് അതൊക്കെ ഉള്ളപ്പോഴും അവർക്ക് നീ സക്കാത്ത് കൊടുക്കണം എന്നാണ്. നമ്മൾ അതൊന്നും ഇല്ലാത്തവർ നിറഞ്ഞു നിൽക്കുന്ന നമ്മളെ പോലുള്ള ഒരു നാട്ടില് മുൻതൂക്കം മറ്റുള്ളവർക്ക് നൽകണം, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഒരു മുസൽമാൻ അർഹതപ്പെട്ടത് തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു സുഖം അത് ആവശ്യത്തിനുള്ളത് അനുഭവിക്കുക എന്നുള്ളതല്ലാതെ അതിങ്ങനെ മാറ്റി 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 പിന്നെയും 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 ഈ സുഖങ്ങളുടെ പിറകെ പോകുന്ന ഒരവസ്ഥ, അതെനിക്ക് പറയണം ശരിക്ക്. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ആളുകളിൽ തന്നെ ഈ അസുഖം വല്ലാതെ പടർന്നിരിക്കും. ഒരാഴ്ച, ഒരു മാസം മുഴുവൻ മാറ്റിയിട്ടാലും തീരാത്തത്ര ഡ്രസ്സിന്റെ കൂട്ടുകളുണ്ട് പലരുടെ കയ്യിൽ. അത് അയാൾ പൈസ ഇല്ലാത്തതുകൊണ്ട് അസൂയ കൊണ്ട് പറയാന്ന് വിചാരിക്കണം. ഞാനിത് പറയാതിരുന്നാൽ മേലൊരു റബ്ബുണ്ടല്ലോ, അത് മേടിച്ചിട്ടാ പറഞ്ഞു. ഞാൻ ഖത്തറിലെ ഏതോ ഷെയ്ഖന്മാരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സ്റ്റാഫ് ഉണ്ടല്ലോ, അവര് തലേന്ന് പോയി ചോദിക്കുമല്ലോ നാളെ ഏത് ഡ്രസ്സാണ് ഉണ്ട്. അപ്പൊ അയാൾ പറയും എനിക്ക് എന്റെ ഡ്രസ്സാണ്. നാളത്തെ മെനു എന്താന്ന് ചോദിക്കും, അപ്പൊ എന്റെ മെനു പറഞ്ഞു കൊടുക്കും. അതൊക്കെ അവരുണ്ടാക്കി വെക്കും. അങ്ങനെയൊക്കെയാണ് ജീവിതത്തിന്റെ രീതികളും ചിട്ടകളും. നല്ലത്, അൽഹംദുലില്ലാ. പക്ഷെ നമ്മളുടെ ആളുകളിലുണ്ട് ഇതേ അവസ്ഥ. പുതിയ വസ്ത്രങ്ങൾ കണ്ടാൽ വാങ്ങിച്ചു കൂട്ടുക, ഓരോ സാധനങ്ങളും ആവശ്യത്തിൽ കവിഞ്ഞ് അനാവശ്യമായി ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ഘട്ടം വരുമ്പോഴൊക്കെ. അതിനൊക്കെ വളരെ തമാശയാണ് സ്വർണം വാങ്ങിച്ചു കൂട്ടുന്ന ആളുകൾ. ആഭരണങ്ങൾ ഒരു സീസണിന് കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങി, ആഭരണം വാങ്ങിയിട്ട് പിന്നെ അത് കൊണ്ടേ വിറ്റ്, പിന്നെ പുതുക്കി, പിന്നെ വിറ്റു. ഇത് അണിയുന്നു പോലുമില്ല, ലോക്കറില്ല പലപ്പോഴും. എന്തോ ഒരു തരം ആശ. എന്നിട്ട് നമ്മൾ സമാധാനിക്കുന്നത് അതാ വിഷയം, നമ്മൾ അള്ളാഹിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന വിധത്തിലാണ്. അതാണ് ആ ഹുബ്ബു ദുനിയ എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ കൊറോണന്റെ ഭയാനകതയൊക്കെ ഒഴിവായിട്ടുണ്ട്, അൽഹംദുലില്ലാ. എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, മരണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ വളരെ പെട്ടെന്ന് എനിക്ക് തോന്നിയതാ വളരെ പെട്ടെന്ന് ആളുകൾ അതൊക്കെ മറന്ന മാതിരിയാ തോന്നുന്നത്. കഴിഞ്ഞ 1.5 കൊല്ലമായി, അല്ല 2 കൊല്ലത്തിലധികമായി നമ്മളിങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു സ്വസ്ഥമായി പെരുമാറാൻ കഴിയാതെ, യാത്ര ചെയ്യാൻ കഴിയാതെ, വിരുന്നു പോകാൻ പറ്റാതെ ഭയത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ പറ്റി നിമിഷങ്ങൾ കൊണ്ട് മറന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു. അതിന് ഏറ്റവും വലിയൊരു ഘടകം എന്താന്ന് പറഞ്ഞാൽ, പലപ്പോഴും പലർക്കും വീട്ടിലെ ഭക്ഷണം തീരെ പറ്റുന്നില്ല. എപ്പോഴെങ്കിലൊക്കെ എന്നുള്ളത് ഞാനും അംഗീകരിക്കാം. പക്ഷെ എന്നും നാട് കാണാൻ പോകുന്നതൊക്കെ കുറ്റകരമായ കാര്യമൊന്നുമല്ല, അതൊക്കെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ അളവുകളൊക്കെ കൂടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇതാണ് ഈ ഹുബ്ബു ദുനിയയുടെ അർത്ഥം. പരിധി വിട്ട ഭൗതിക സുഖങ്ങൾക്ക് നേരെയുള്ള ആശ, കൊതി. എനിക്കൊരു വെറുപ്പില്ല കേട്ടോ. ഞാൻ ചോദിക്കാം, എന്റെ കൈമലൊന്നും വാച്ചൊന്നുമില്ല. സമയം അറിയാൻ ഇപ്പൊ അത് വലിയൊരു ആവശ്യമുള്ള കാര്യമല്ല, കാരണം മൊബൈൽ അങ്ങനെ എന്തെങ്കിലും കാര്യം നടക്കും. പക്ഷെ ലക്ഷക്കണക്കിന് ഉറുപ്പിക വില വരുന്ന ഈ വാച്ചൊക്കെ കൈമ കെട്ടി നടക്കുന്നത് എന്തിനാണ്? ഇതൊന്നും അമിതമായ ചെലവിന്റെ ഇനത്തിൽ വരൂലേ? നിങ്ങളോട് സംശയം ചോദിക്കുകയാണ് ഞാൻ. ഈ പെന്നിന്റെ വില എന്താണെന്നറിയാമോ? ഇത് ഇന്ന കമ്പനിയിലാണ്, ഇത്ര $1000 വിലയുണ്ട് ഈ പെന്നിന്. അവനാന്റെ കയ്യക്ഷരത്തിന് വൃത്തിയുണ്ടെങ്കിൽ ആ പെണ്ണുകൊണ്ട് എഴുതിയാലും കയ്യക്ഷരം നന്നാവും. അവനാന്റെ കയ്യക്ഷരത്തിന് വൃത്തിയുണ്ടെങ്കിൽ 50 ദിർഹമിന്റെ 50 പൈസന്റെ സാധാ ബോൾ പെണ്ണുകൊണ്ട് എഴുതിയാലും വൃത്തി ഉണ്ടാവും. പിന്നെ എന്തിനാ ഇതൊക്കെ? എന്താപ്പത്? ഇങ്ങനെ കുറെ ഉണ്ട്. ഈ വിഷയത്തിലൊക്കെ ദീൻ പഠിക്കുന്ന ആളുകളും ഖുർആൻ പഠിക്കുന്ന ആളുകളും മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമാവാതിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സുഖമില്ല. നമ്മൾ മാറണം ആ തരം വിഷയങ്ങളൊക്കെ. അപ്പൊ ഹുബ്ബു ദുനിയ അങ്ങോട്ട് കുറക്കുക. അടുത്തത് പറഞ്ഞിരിക്കുക കറാഹിയത്തുൽ മൗത്ത് എന്ന, മരിക്കാനുള്ള ഇഷ്ടക്കേടാവുക. മരിക്കാൻ നമുക്കൊക്കെ വെറുപ്പാണ്, ഇഷ്ടമില്ല. വെറുപ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല. എന്താണ് ഇഷ്ടക്കേട്? നേരത്തെ ചോദിച്ചു, നമ്മളും ആയുസ് കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ശരിയല്ലേ എന്ന് ഒരാൾ ചോദിച്ച സംശയമാണ്, സഹോദരി ചോദിച്ച ചോദ്യമാണ്. സംഭവം ശരിയാണ്. പക്ഷെ നമ്മൾ എന്തിനാണ് ആയുസ് നീട്ടിക്കിട്ടാൻ ആഗ്രഹിക്കുന്നത്? എന്തിനാന്ന് പറയും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞു,
ഞാൻ ഏതാണ്ട് ഹജ്ജ് നിർവഹിച്ചിട്ട് ഏതാണ്ട് 10-15 വർഷത്തിലധികം കഴിഞ്ഞു. എനിക്കൊരാഗ്രഹമുണ്ട്, ഒരിക്കൽ കൂടി ആയുസ് നീട്ടി കിട്ടിയിട്ട് ഒരിക്കൽ കൂടി ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കണം മരിക്കും മുമ്പേ. ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹം. വിശുദ്ധ ഖുർആന്റെ പഠനം ഒരു വക്കത്ത് ഒരു ഭാഗം വരെ എത്തിയതിനു ശേഷം, ചെയ്തു പോയ തെറ്റുകൾക്ക് പൂർണ്ണമായി പശ്ചാത്താപവും മറ്റും ചെയ്തതിനു ശേഷം, നേരത്തെ ചെയ്യാതെ പോയതോ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടുന്നതായ കുറെ പുണ്യകർമ്മങ്ങളുണ്ട്. ആ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി സുന്നത്ത് നോമ്പുകളായാലും സുന്നത്ത് നമസ്കാരങ്ങളായാലും ഖുർആൻ പാരായണമായാലും ദാനധർമ്മങ്ങളായാലും ഇതൊക്കെ കുറെ കൂടി കൂടുതൽ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചിന്ത, ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി വരുന്ന ചിന്ത കുറ്റകരമല്ല. ആരാണ് ഉത്തമനായ മനുഷ്യൻ എന്ന് ചോദിച്ചു. ഈ അർത്ഥത്തിൽ വരുന്ന ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആയുസ് ദീർഘമായി ലഭിക്കുകയും കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്തവനാണ് ഉത്തമൻ, നല്ലവൻ, ഭാഗ്യവാൻ എന്ന അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആയുസ് നീളാൻ ആഗ്രഹിക്കുകയോ കൊതിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമല്ല. അങ്ങനെ കൊതിക്കാം. അതിന്റെ ഉദ്ദേശം, അത് എന്താണ് ഉദ്ദേശം എന്ന് അള്ളാഹ്ക്ക് അറിയുമല്ലോ. ആ ഉദ്ദേശം കൂടുതൽ നന്മകൾ ചെയ്യാനും കൂടുതൽ നന്മകൾ പറയാനുമാണ്. ഞാനിപ്പോ ഈ ഖത്തറിൽ കുറെ കാലം ക്ലാസ് എടുത്തിട്ടും ഏതാണ്ട് അറാഫ് വരെ എത്തിയിട്ടുണ്ട്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് സൂറത്തുൽ അൻഫാലും തൗബയും ഒക്കെ ക്ലാസ് എടുക്കാൻ. അതിനേക്കാളേറെ ആശയമുണ്ട് സൂറത്തുൽ നജ്മും പോലെയുള്ള, സൂറത്തുൽ വാഖിഅ പോലെയുള്ള, അതെപ്പോഴൊക്കെ ചിലയിടത്തൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ പോലും അങ്ങനത്തെ സാധ്യതകളൊക്കെ ഇവിടെയൊക്കെ വളരെ കുറവാണ്. കോളേജിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് കുട്ടികളോട് കുറേയൊക്കെ പറയാം. പക്ഷെ അവർക്കും തന്നെ സിലബസിന്റെ ലിമിറ്റിൽ നിൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് അവരുടെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികം കൊണ്ടുപോകാൻ പ്രയാസമാണ്. എങ്കിലും കുറേയൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു എന്ന് വിചാരിക്കുക, ഒരു പുണ്യവാളനെ അഭിനയിക്കുകയല്ലേ ഞാൻ. പഠിച്ചവനെ ഖുർആൻ പഠിപ്പിക്കാൻ ഇനിയും കൂടുതൽ അവസരം ഉണ്ടാവണേ, അതിന് ആയുസ്സും ആരോഗ്യം നിലനിർത്തി തരണമേ എന്ന് ആഗ്രഹിച്ചാൽ അത് കുറ്റകരമൊന്നുമല്ല. നിങ്ങളിലുണ്ട് അതുപോലെ നന്മകൾ. ആ നന്മകൾക്ക് വേണ്ടി അങ്ങനെ ആഗ്രഹിക്കാം. വേറെ സംശയം ചോദിച്ചത് ഒറ്റപ്പെടുത്തുന്നു കുടുംബത്തിലും കൂട്ടുകാരിലും എന്നതാണ്. എപ്പോഴാണ് നിങ്ങൾ ആ മറുപടി നിങ്ങളത് എഴുതിയതെന്ന് എനിക്കറിയില്ല. അങ്ങനെ സംഭവമല്ല. എന്താണെന്നറിയോ, നമ്മൾ ഹക്കിലാണ്, നമ്മുടെ ജീവിതം ഖുർആനും ഹദീസും പറഞ്ഞ വിധത്തിലാണെങ്കിൽ പോരായ്മകൾ ഉണ്ടാവും. എങ്കിലും ആ വിധത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അതിന്റെ പേരിൽ നമ്മുടെ കൂട്ടുകാരോ കുടുംബക്കാരോ നമ്മൾ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ പടച്ചോ നമ്മുടെ കൂടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. പിന്നെ ഈ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവരൊക്കെ തിരിച്ചു വരികയും ചെയ്യും. അതാണ് എന്റെ പ്രത്യേകത. ലേശം സബൂറാക്കി ക്ഷമിക്കുക നിങ്ങൾ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് അയക്കുകയോ മറ്റോ ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം. ആരാണോ ഒറ്റപ്പെടുന്നത്, എന്തുകൊണ്ടാണോ, ഒന്ന് സ്വയം പരിശോധിക്കണം. നമ്മുടെ അടുത്തുള്ള പല പോരായ്മകൾ കൊണ്ടാണോ എന്ന് പരിശോധിക്കണം. പക്ഷെ അവർ പറയും പോലെ പറയാത്തത് കൊണ്ട്, അവർ ചിന്തിക്കും പോലെ ചിന്തിക്കാത്തത് കൊണ്ട്, അവർ പ്രതികരിക്കും പോലെ പ്രതികരിക്കാത്തത് എന്ന് അവർ പ്രതീക്ഷക്കൊത്ത് നീങ്ങാത്തത് കൊണ്ടാണെങ്കിൽ അത് നിങ്ങൾ കുറ്റക്കാരനല്ല. അപ്പോ എന്താണെന്നൊന്ന് സ്വയം നിർവചിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ഭാഗം ശരിയാണെങ്കിൽ, അള്ളാന്റെ പക്കൽ നിങ്ങൾ കുറ്റക്കാരനെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ മുന്നോട്ട് പോവുക. ഇവരൊക്കെ നിങ്ങളരികിലേക്ക് തിരിച്ചു വരുന്നൊരു സമയം വരും എന്നർത്ഥം. അപ്പോ ഇവിടെ ഈ ആയത്തിൽ ഞാൻ ആ ഹദീസേ പറഞ്ഞോളൂ അല്ലേ. അപ്പൊ ഇവരെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, ഇവർ കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞു. ആ കൊതിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങള്? ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ കൊതിക്കുന്നവൻ ഒരിക്കലും ഒരു ജിഹാദിന് തയ്യാറാവില്ല, ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഏറ്റുമുട്ടാൻ വരാൻ തയ്യാറാവില്ല, മനസ്സുകൊണ്ട് തയ്യാറാവില്ല, നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ. ഖുർആൻ സൂറത്തുൽ ഹശ്റിൽ താഴെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു 2 കാര്യം പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും അവർ മുഴുവൻ ഒറ്റക്കെട്ടാണെന്ന്. അവർ പല മനസ്സോടെ ജീവിക്കുന്നത്, അങ്ങനെ ഐക്യത്തിലുമൊന്നുമല്ല അവര്. ഇപ്പോഴത്തെ ഇസ്രായേൽ രാജ്യത്തെ പറ്റി ലോകത്തിന് പലപ്പോഴും അറിയില്ല. കാരണം അവരത്രയ്ക്ക് ബന്ധിച്ചിരിക്കുകയാണ് അവരുടെ ഉള്ളിലെ വാർത്തകൾ പുറത്തേക്ക് വരാതിരിക്കാൻ. പുറത്തേക്ക് അങ്ങനെ വാർത്തകൾ അറിയില്ല. പക്ഷെ അവർക്കുള്ളിലൊക്കെ നേരത്തെ ഇസ്രായേലിൽ ജീവിച്ചവര്, യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വന്നവര്, ഏഷ്യൻ കൺട്രീസിൽ നിന്ന് വന്നവര്, താഴേക്കടയിലെ വെറും കൂലിപ്പണികൾ എടുക്കുന്നവര് തുടങ്ങി വ്യത്യസ്ത തട്ടിലുള്ള ആളുകൾ തമ്മിലുള്ള പലതരം സംഘർഷങ്ങൾ അവർക്കിടയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പലപ്പോഴും അത് ലോകം അറിയാതെ പോകുന്നു എന്നതാണ്. പക്ഷെ പിന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? പല വാർത്തകളും പല സമയത്തും പല സമർത്ഥരായ പത്രപ്രവർത്തകന്മാർ, പിന്നെ മീഡിയ പ്രവർത്തകന്മാർ പുറത്തുവിടാറുണ്ട്. ഒന്ന്.
മറ്റൊന്ന് ഖുർആൻ അവരെ പറ്റി പറഞ്ഞ അവർ ഭീരുക്കളാണെന്ന. നേർക്ക് നേരെ ഒരു ഏറ്റുമുട്ടലിന് അവർ സന്നദ്ധരാവില്ല. വിശ്വാസികളെ കെട്ടി നിർത്തിയ മതിലുകൾക്ക് പിറകിൽ നിന്ന് ആക്രമിക്കാൻ അവർക്ക് ഇഷ്ടം. ഖത്തറിലുള്ള സമയത്ത് ഏതാ TV ചാനൽ എനിക്ക് ഓർമ്മയില്ല, ഈ കൊച്ചു കുട്ടികളില്ലേ പിന്നെ പലസ്തീനിലെ, അപ്പൊ പിന്നെ ഇസ്രായേൽ പട്ടാളക്കാർ തോക്കുമൊക്കെ ഏന്തിയിട്ട് തെരുവിലൂടെ നടന്നു പോകുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിന്നുകൊണ്ട് കുട്ടികൾ ചെറിയ ഒച്ചുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഒച്ചുണ്ടാക്കുമ്പോ ആ പട്ടാളക്കാരുടെ മുഖഭാവത്ത് ഭയം എരിച്ച് കയറുന്ന രംഗം കാണാനുണ്ട്. അപ്രതീക്ഷിതമായ ഒരു ശബ്ദം കേട്ടാൽ ആരുടെ മുഖത്തും ഉണ്ടാകുന്ന ഒരു രീതി അല്ലേ അത്. അത് പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ട് പോലെ ചാനൽ അവതരിപ്പിച്ചതാണ്. ഇവരുടെ മനസ്സ് ഇത്രയൊക്കെയുള്ളൂ, നിങ്ങൾ വിചാരിക്കും പോലെയല്ല. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇവരെ കാത്തുരക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അത് നമ്മളുടെ ഒരു കരാറാണ്. ഇസ്രായേൽ എന്ത് വന്നാലും ഞങ്ങൾ കാത്തോളെന്നുള്ള കരാർ. അത് റഷ്യയാണ് ഇവരാദ്യം അംഗീകരിച്ച കൂട്ടർ. നമ്മുടെ നാട്ടിൽ സ്വഭാവം എന്താ അറിയോ, ഒക്കെ അമേരിക്ക അമേരിക്ക എന്ന് പറയും. റഷ്യ പുണ്യാളൻ. എവിടെയാടോ റഷ്യ മുസ്ലിങ്ങളോടൊപ്പം നിന്ന് ചരിത്രത്തിൽ എവിടെയാ? അൻവർ സാദാത്ത് പിന്നെ അമേരിക്കയുടെ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ചാനലുകളില്ല, പത്രങ്ങളാണ്. മേശപ്പുറത്ത് ഇങ്ങനെ കൈയടിക്കുന്ന ഒരു ചിത്രവുമായി 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഇസ്രായേലിനെ തകർത്തിട്ടുണ്ടാവും, രക്തത്തിന് ഞങ്ങൾ പ്രതികാരം ചോദിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്ന രംഗമുണ്ട്. സംഭവം ശരിയാ, അവിടം വരെ എത്തിയിരുന്നു ആ യുദ്ധം. പക്ഷെ ആ യുദ്ധം പരാജയപ്പെട്ടു. എന്താ പരാജയപ്പെടാൻ കാരണം അറിയോ? അവരുപയോഗിച്ച ആയുധങ്ങൾ മുഴുവൻ റഷ്യയുടേതായിരുന്നു. റഷ്യയുമായുള്ള കരാർ ആവശ്യമായ സ്പെയർ പാർട്സുകൾ ആവശ്യമുള്ള സന്ദർഭത്തിൽ ടെക്നിക്കൽ സപ്പോർട്ടും ഞങ്ങൾ നൽകുമെന്നതായിരുന്നു. യുദ്ധം ഇവിടം വരെ എത്തിയപ്പോൾ റഷ്യ കാലുമാറിയിട്ട് പറഞ്ഞു, ഇനി സ്പെയർ പാർട്സും തരില്ല, ടെക്നിക്കൽ അസിസ്റ്റന്റുകളെ മുഴുവൻ ഞങ്ങൾ തിരിച്ചു വിളിക്കുകയാണ്. മാപ്പിളാർക്ക് അറിയില്ലല്ലോ, ആ യുദ്ധം തോറ്റു. ആ തോൽവിയോടുകൂടി അവരെന്ത് മനസ്സിലാക്കി, യൂറോപ്യൻസ് എന്ത് മനസ്സിലാക്കി, അമേരിക്കയുടെ ആളുകളും ഈജിപ്തിന്റെ പിൻബലമില്ലാതെ ഖുദ്സിന്റെ മോചനം നടക്കൂല, അതുകൊണ്ട് ഈജിപ്തിനെ ഒന്നും അല്ലാതാക്കി തീർക്കുക എന്ന് തീരുമാനിച്ചു. കടങ്ങൾ, പ്രാരാബ്ധങ്ങൾ, സാമൂഹിക അന്തരീക്ഷത്തിലെ അകൽച്ചകൾ, കുഴപ്പങ്ങൾ അങ്ങനെയാക്കിയിട്ട് ഇപ്പോഴും ഈജിപ്ത് ആ ഒരു അവസ്ഥയിലാക്കി നിർത്തിയിരിക്കും. ഈജിപ്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടുത്തെ സാഹചര്യം അതാണ്. ഞാൻ പിന്നെ അറേബ്യക്കോ അല്ല മറ്റു രാജ്യങ്ങൾക്ക് ഒന്നിനും കഴിയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിനുള്ള നിർണായകമായ പങ്ക് വഹിക്കേണ്ട ഒരു രാജ്യമാണ് ഈജിപ്ത്. പക്ഷെ അന്ന് തകർത്തതാണ് ഈ തകർച്ചയുടെ മുഴുവൻ ഉത്തരവാദി ആരാന്നറിയോ? ശരിക്കും റഷ്യയാണ്. പക്ഷെ ഇനിയിപ്പോ നമ്മൾ കണ്ടല്ലോ, 91 മുതൽക്ക് ഗൾഫ് യുദ്ധം മുതൽക്കുള്ള കുറെ പ്രശ്നങ്ങൾ കണ്ടല്ലോ. അവിടെയൊക്കെ അമേരിക്കയാണ് മുന്നിലുണ്ടാവുക. അന്നേരമൊക്കെ റഷ്യ പറയും ഞാനില്ല, ഞങ്ങളെ കൂടെ കൂടില്ല എന്നൊക്കെ പറയും. ആവശ്യം വരുന്നത് തലേ ദിവസം ഒപ്പിട്ട് കൊടുക്കും, ഞങ്ങളുണ്ട് കൂടെ. ഏതിലല്ലാത്തത്? എനിക്ക് പ്രത്യേകിച്ച് അവരോട് ദേഷ്യമില്ല, ഇഷ്ടമില്ല. പക്ഷെ ഇവരൊക്കെയാണ് ഇതിന്റെ അവസ്ഥ. അപ്പോ പറഞ്ഞു തന്നത് അവർ ഭീരുക്കളാണ്. ഈ ഭീരുക്കളാകുന്ന അവസ്ഥയെപ്പറ്റി നമ്മൾ തിരിച്ചറിയണം എന്നതാണ് ബോധം. ഇത് നമ്മളെ നാടുമായി ഒന്ന് അപ്ലൈ ചെയ്താൽ എന്റെ ക്ലാസ് അവസാനിക്കാം. 3 മിനിറ്റ് അധികമായി. എന്താണെന്നറിയോ? പലരെ പറ്റിയും നാം കരുതുന്നു ഇപ്പോഴത്തെ കാലത്ത് അവർ ഒറ്റക്കെട്ടാണ്, അവർക്ക് എന്തിനോ കഴിയും, എന്തിനൊക്കെയോ സാധിക്കുന്നു. സത്യത്തിൽ അവർ ഒരിക്കലും ഒറ്റക്കെട്ടുകളല്ല. അവർ പലതുകൊണ്ടും ഭീരുക്കളാണ്. ഖുർആൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഒരുപാട് കാലം ജീവിക്കാൻ കൊതിക്കുന്നവരാണ് മുശ്രിക്കുകൾ എന്ന് ഖുർആൻ പറഞ്ഞു തന്നടോ. ശിർക്കുമായി ജീവിക്കുന്ന ആളുകളില്ലേ, ഈ വിഗ്രഹാരാധനയുമായൊക്കെ കഴിഞ്ഞുകൂടുന്ന ആളുകള്, അവർക്ക് ജീവിതത്തോട് കൊതി അടങ്ങാത്തതാണെന്നാണ്. അതിന്റെ അർത്ഥം ജീവിതത്തെ അമിതമായി കൊതിക്കുന്നവൻ എങ്ങനെയാണോ മരണത്തിന് തയ്യാറാവുക? ഭീരുക്കളാണ് അവർ യഥാർത്ഥത്തിൽ. പിന്നെ ആ ഭീരുത്വത്തിന്റെയും ഭയത്തിന്റെയും അംശമാണ് ഇസ്ലാമോഫോബിയായിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് പലപ്പോഴും എന്നെ തല്ലുന്നോ, എന്നെ തല്ലിയേക്കാമോ എന്ന ഭയമായി പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. പിന്നെ ഖുർആൻ ഇത് പറഞ്ഞു തന്നാ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? പിന്നെ നമ്മളടുത്തുള്ള പോരായ്മകൾ അത് നമ്മൾ തിരുത്തണം. അത്രേ ആ വിഷയത്തെ പറ്റിയുള്ളൂ. ഇതിൽ കൂടുതൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. എന്താ പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ, ഖുർആൻ മുശ്രിക്കുകളെ പറ്റി പറഞ്ഞിരിക്കുന്ന ആശയങ്ങളായാലും ഇസ്രായേലിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആശയങ്ങളായാലും നമ്മൾ ആ ഭാഗത്തെ അതിൻ്റെതായ വിലയിൽ കണക്കാക്കി മുന്നോട്ട് പോകുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ പ്രതിഫലനങ്ങളും സുഖങ്ങളും ലഭിക്കുമെന്നർത്ഥം. ഈ പിന്നെ പോർച്ചുഗീസുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ ഇന്ത്യയുടെ ആധിപത്യം സത്യത്തിൽ ഒരുപാട് പേർ കളിച്ചിട്ടുണ്ട്. ശരിക്ക് ഇസ്ലാമിന്റെ മിടിപ്പുകൾ ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി. ഇന്ത്യ പാക് വിഭജനത്തിന്റെ വിഷയങ്ങളുടെയും വേരുകൾ അന്വേഷിച്ച് ചെന്നാലും
മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു വിധത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പലരും കുതിച്ചിട്ടില്ല എന്ന് വായിക്കാൻ പറ്റുന്ന വരികൾക്കിടയിൽ ചിലരൊക്കെ അത് തുറന്നു പറയുകയും ചെയ്തു. പിന്നെ അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന പുസ്തകത്തിൻ്റെ ഉള്ളിൽ അതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇതൊക്കെ സംഭവിച്ചത്. ഇതൊക്കെ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തെല്ലാം കൂടി വന്നിട്ട് ഇപ്പോൾ അതിന്റെ വിളവെടുപ്പ് നടത്താൻ പറ്റും എന്ന വിധത്തിലുള്ള ഒരു പ്രതീക്ഷകളുമൊക്കെ ആയിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. പക്ഷെ അപ്പോഴും നിങ്ങൾക്കറിയാം അള്ളാഹു ഈ ഉമ്മത്തിനെ പൂർണ്ണമായി കൈയൊഴിച്ചിട്ടുമില്ല, കൈയൊഴിക്കൂല. പക്ഷെ അവൻ നൽകുന്ന ഈ മുന്നറിയിപ്പുകളെ അതിന്റെ വിലക്കെടുക്കാനും ആ വിധത്തിൽ കാണാനും നമ്മളെ കൊണ്ട് കഴിയണം എന്നുള്ളതാണ്. ഇവിടെ ഒരു പോരായ്മ തോന്നിപ്പിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ വിഷയത്തിന്റെ ഗൗരവമോ നിൽക്കുന്ന സാഹചര്യത്തിന്റെ പ്രതിസന്ധിയുടെ ഗൗരവമോ ഒന്നും തിരിച്ചറിയാത്ത ഒരു പോക്കാണ് പലപ്പോഴും നമ്മുടെ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിന്റെ പൊതുവായ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്ന് തോന്നിപ്പോവാറുണ്ട്. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ എളുപ്പ. ഖുർആൻ പഠിക്കുന്ന നമ്മിലെങ്കിലും തിരിച്ചൊരു ബോധം ഉണ്ടാവുക, തിരിച്ചൊരു ചിന്ത ഉണ്ടാവുക. അള്ളാഹു ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സുരക്ഷിതമാക്കി അന്തസ്സാർന്ന വിധത്തിൽ നിലനിർത്തിത്തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നിടത്തൊക്കെ വളരെ പോരായ്മയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഖത്തറിന്ന് വന്നിട്ടൊരു 2 കൊല്ലമായി. അതിന്റെയും ഒരു 5 കൊല്ലമോ ഒരു 10 കൊല്ലത്തിന് മുമ്പാണ് ലോക മറാഠി സമ്മേളനം നടന്നത് ടെൽ-അവീവിലാവും, മറാഠി മഹാരാഷ്ട്ര. ഈ മറാഠി സമ്മേളനം ടെൽ-അവീവിൽ കൂടാൻ എന്താ കാരണം? നമ്മൾ ഇവിടുത്തെ ചില ഭരണാധികാരികളായ മന്ത്രിസ്ഥാനങ്ങളിൽ ഇരുന്ന ചില ആളുകൾ ഇസ്രായേലുമായുള്ള അമിതമായ ബന്ധത്തിനും ചങ്ങാതത്തിനും കൂട്ടുകൂടിയിട്ട് അവർ വളരെ പുണ്യാളന്മാരായ സമൂഹത്തിന്റെ മധ്യത്തിൽ നടക്കുന്നുണ്ട്. അവർക്ക് സിന്ദാബാദ് വിളിച്ചിട്ട് നമ്മൾ ആൾക്കാരുടെ ചങ്ക് പൊട്ടുന്നുണ്ട്. അവർക്കറിയില്ല ഇവരുണ്ടാക്കി വെച്ച വിന എന്താന്ന്. അത് ഇവരല്ല, ഇപ്പൊ ഭരിക്കുന്നവരല്ല, അതിനു മുമ്പുള്ളവരിൽപ്പെട്ടവരെല്ലാവരുമല്ല, അവരിലെ ചില ദുഷ്ട കൈകൾ, അതിൽ മലയാളികൾ അടക്കമുണ്ട്. ബാക്കി ഞാൻ പിന്നെ നേരിൽ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ അതിന്റെ വഴിക്ക് പോകട്ടെ. ഖുർആൻ പറഞ്ഞ വിലകൾ മനസ്സിലാക്കുക. ഭീരുക്കളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ലല്ലോ, നമ്മളോട്ട് ഭീരുക്കളും ആവേണ്ടതില്ല. എന്ത് വിഷയത്തിൽ? എല്ലാ വിഷയത്തിലും, പ്രത്യേകിച്ച് ആദർശത്തിന്റെ വിഷയത്തിൽ. അതാണ് ആയത്ത്. അവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ പറയാം. 17 മിനിറ്റ് ആയില്ലേ, അടുത്ത ആഴ്ച പറയാം, എനിക്ക് ഓർമ്മ ഉണ്ട്. എന്നാ പിന്നെ അസ്സലാമു അലൈക്കും. ആരാണ് ചാർജിലുള്ളത്? നിർത്തട്ടെ ഞാൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.